you so much for joining. Thank you, sir. ഫെബിന, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. Okay. ആ ക്വസ്റ്റ്യൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന് അവർ ആൻസർ ചെയ്തിട്ട് അവർക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്നുള്ളത് കൂടെ അവർ പറയും. അത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി സെഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും വെൽക്കം ഓൾ ഓഫ് യു. അപ്പോ നമുക്കറിയാം സൺഡേ നമുക്ക് ഇറ്റ്സ് മീ റിയൽമി സെഷൻ ആണ്. EFT കോഴ്സ് ചെയ്തവർ അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്ന ഒരു സെഷൻ ആണ്. സോ ഇന്നത്തെ ഗസ്റ്റ് ഷിഹാബ് സർ ആണ്. ഷിഹാബ് സർ, ആർ യു ദേർ? ഹലോ, ഷിഹാബ് സർ ഉണ്ടോ ഇവിടെ? ലൈവില് കണ്ടിരുന്നല്ലോ ക്യാമറയില്. ലൈവിലുണ്ട്. ഓക്കെ, ഒന്ന് വീഡിയോ മോഡിൽ വരാൻ പറ്റുമോ ഷിഹാബ് സർ? ഹലോ ഷിഹാബ് സർ. ലെഫ്റ്റ് ആയി പോയോ? ഇല്ലല്ലോ, ഇവിടെ ഉണ്ടല്ലോ അല്ലേ. ഷിഹാബ് സർ, ആർ യു ദേർ?
ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുമോ? ഹലോ ഷിഹാബ് സർ, ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. ഹലോ ഷിഹാബ് സർ. ഷിഹാബ് സർ ലെഫ്റ്റ് ആയോ? അല്ലെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ലെഫ്റ്റ് ആയോ? ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം. ക്ലിയർ അല്ല, റേഞ്ച് പ്രശ്നം കാണും. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ കണ്ടിരുന്നു കുറച്ച് മുന്നേ. ഒന്ന് വെയിറ്റ് ചെയ്യാം. റേഞ്ച് പ്രോബ്ലംസ് ആണ്. ഹായ്, ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ് സർ. ചെറിയ നെറ്റ്വർക്കിന് ഓക്കെ. ഓക്കെ, അപ്പോ ഇന്നത്തെ സെഷനിലേക്ക് സാറിനെ സ്വാഗതം ചെയ്യാണ്. സാർ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഒരു ചെറിയൊരു സ്മോൾ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യു. ഓക്കെ, എന്റെ പേര് ഷിയാബ്. ഞാൻ പെരിന്തൽമണ്ണ പുലാമന്തോളാണ്. ഞാൻ ഏകദേശം ജേണിയിൽ വന്നിട്ട് ഏകദേശം ഒരു 1 ഇയറിന്റെ അടുത്തായി. ലാസ്റ്റ് ഞാൻ ഒരു 6 മന്ത് ബാക്കാണ് അഡ്വാൻസ് എടുത്തത്. എന്റെ പരിപാടി മൊബൈൽ ഷോപ്പാണ്. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, എങ്ങനെ ഇപ്പൊ ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ട് എത്രയായി? ഏത് ബാച്ചിലായിരുന്നു? ഞാന് ഫസ്റ്റ് എന്നെ കുറിച്ച് ആദ്യം പറയാം, അതാണ് ഏറ്റവും നന്നാവുക തോന്നുന്നത്. ഒരു 2 വർഷം മുമ്പാണ് ഞാൻ ഒരു ചേഞ്ചിങ്, ലൈഫിൽ ചേഞ്ചിങ് വേണമെന്ന് അങ്ങനെയാണ് മറ്റേ എൻ്റെ ഒരു റൊട്ടീൻസിലൊക്കെ മൊത്തം ഒന്ന് മാറ്റം വരുത്തി. ഒരു ബിസിനസ് ക്ലാസ്സിലാണ് ഞാൻ ഫസ്റ്റ് മറ്റേ ഒരു ചേഞ്ചിങ് വേണമെന്ന ഒരു ബിസിനസ് ക്ലാസ്സിൽ ഞാൻ പോയിരുന്നു. അതിലാണ് എനിക്ക് മാറ്റങ്ങൾ വരണം എന്നുള്ളൊരു തോട്ട് വന്നത്. അന്ന് മുതൽ എൻ്റെ റൊട്ടീൻസുകളും ചേഞ്ച് ചെയ്ത് കണ്ട് ഞാൻ മറ്റേ വേക്കപ്പ് ടൈം ചേഞ്ച് ചെയ്തു. അങ്ങനെ ഒരുപാട് നോർമൽ ഒരു ചേഞ്ച് ചെയ്യുന്ന ലെവലിൽ ഞാൻ ചേഞ്ച് ചെയ്തപ്പോൾ റിസൾട്ടുകൾ വരൽ തുടങ്ങി. അതിൽ ഭയങ്കര ഹാപ്പി ആയി. അതുപോലെ ഞാൻ ആദ്യം മറ്റേ എണീറ്റത് 9 മണിക്കൊക്കെ ആയിരുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അങ്ങനെ പിന്നെ മെല്ലെ മെല്ലെ 8ലേക്ക് മാറി, 7ലോട്ട് മാറി, 6ലോട്ട് മാറി, പിന്നെ 5:30, 5 o'clock ആ ലെവലിലേക്ക് ഇങ്ങനെ മാറി മാറി വന്നു. അതിൽ വന്നപ്പോഴും എന്നെ സംബന്ധിച്ച് ഭയങ്കര ചേഞ്ചിങ് ആയി. അങ്ങനെ മെഡിറ്റേഷനെ കുറിച്ച് കേൾക്കുന്നു, മെഡിറ്റേഷനിൽ കയറൽ തുടങ്ങി. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ മറ്റേ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഫ്രീ ആവാൻ തുടങ്ങി. അപ്പൊ എന്താ ചെയ്യാൻ നോക്കുമ്പോൾ മറ്റേ കുറെ പുസ്തകങ്ങൾ വായിക്കൽ തുടങ്ങി. അതേപോലെ തന്നെ മറ്റേ മെഡിറ്റേഷനിൽ കയറൽ തുടങ്ങി. അങ്ങനെ ഞാനായിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ ചേഞ്ചിങ് തുടങ്ങി. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ ഹാപ്പി ആവുന്നില്ല. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് രാവിലെ ഭയങ്കര ഹാപ്പി ആവും. ഒരു എൻ്റെ ഷോപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പഴയ റൂട്ടീൻസിലേക്ക് തന്നെ പോലെ തുടങ്ങി. എങ്കിലും ചേഞ്ചിങ് ഉണ്ടേനും, പക്ഷെ ഇതിനെന്തോ കാരണം ഉണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ അതെന്താന്ന് എനിക്ക് അറിയില്ല. അങ്ങനെയാണ് ഞാൻ ഗ്രാജുവേറ്റ് ജേണൽ ചെയ്ത് തുടങ്ങി. പിന്നെ അതേപോലെ അഫർമേഷൻ ഒക്കെ പറയുമ്പോൾ ഒന്നും ഏറ്റിരുന്നില്ല. അങ്ങനെ അഫർമേഷൻ ജസ്റ്റ് ഇങ്ങനെ പറയും. അപ്പൊ അങ്ങനെ ഓരോ ട്രെയിനിങ് അല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അതേപോലെ അങ്ങനെ ചെയ്യും. പിന്നെ അതേപോലെ ഭയങ്കര ദേഷ്യം എനിക്ക്. ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാല് അത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതാണ് അതിന്റെ കറക്റ്റ് കാര്യങ്ങളുള്ളത്. പിന്നെ ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഞാൻ നേരെ വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ ആയിരുന്നു. അത് അവിടെ വെച്ച് മുന്നേ EFT ചെയ്യുന്നതിന് EFT ചെയ്യുന്നതിന് മുമ്പ് കേട്ടോ, EFT ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു റൊട്ടീൻസിലേക്ക് വന്നത് മുതലും പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലേക്ക് ചേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് ഇത് ചെയ്യണത് ശരിയല്ല എന്നൊക്കെ തോന്നൽ വരും. കാരണം ഞാൻ ചെയ്യണ പല കാര്യങ്ങളും ശരിയല്ല എന്ന് ഞാൻ തന്നെ എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങി. ഞാൻ ചെയ്യണത് കറക്റ്റ് ആണോ,
അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും ശരിയല്ല. പക്ഷെ ഇത് ഓട്ടോമാറ്റിക് സംഭവിക്കുകയാണ്. സംഭവിച്ചു കഴിഞ്ഞാല് പിന്നെ ഞാൻ ഭയങ്കര ലോ എനർജിക്ക് മാറും. അത് ചെയ്യണ്ടിന്നില്ല എന്നൊരു തോട്ട് വരും. കാരണം അതിന്റെ അടുത്ത് തെറ്റാന്ന് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. പക്ഷെ ഇതിനെന്താ സൊല്യൂഷൻ എന്ന് എനിക്ക് അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെയാണ് EFT വന്നപ്പോഴാണ് അതിന്റെ ട്രോമയാണെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. പക്ഷെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ചേഞ്ചിങ് ആകാൻ തുടങ്ങി, ഭയങ്കര ഹാപ്പി ആവാൻ തുടങ്ങി. പക്ഷെ അതിനൊന്നും വാലിഡിറ്റി വളരെ കുറവായിരുന്നു. അതൊരു 1 hour ഒരു ഹാഫ് ആൻ അവറിൽ കവറാവും. പിന്നെ അത് കഴിഞ്ഞാൽ എന്റെ പഴയ ഒരു ക്യാരക്ടർക്ക് തന്നെ മാറും. പിന്നെ പ്രശ്നങ്ങള് കൂടുതൽ കൂടുതൽ വരുമ്പോഴും ആദ്യത്തെ അപേക്ഷിച്ച് കുറവായിരുന്നു. അങ്ങനെയാണ് സാറാണ് EFT കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നത്. അങ്ങനെ ഒരു ഇതെന്താ പരിപാടി. അതിന് മുന്നേ നിങ്ങൾ ഫേസ് ചെയ്ത ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു? ഇപ്പൊ ആങ്കർ ഇഷ്യൂസ് പറഞ്ഞിരുന്നു, അതേപോലെ വേറെ എന്തൊക്കെ ഇഷ്യൂസ് ആണ്? അതുപോലെ നെഗറ്റീവ് തോട്ട് ഭയങ്കര, അതായത് മറ്റേ എണീറ്റത് മുതൽ നെഗറ്റീവ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ ഞാൻ ഉള്ളതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഒരുപാട് സൗകര്യങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതിലെനിക്ക് സാറ്റിസ്ഫൈഡ് ആകാൻ കഴിയുന്നില്ല. അത് ഇനിയും അതേപോലെ ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ പോയാലും ഇനിയും വലുത് വരാണ്ട്. അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാത്തുക്കും. പക്ഷെ അത് നമ്മളെ ആ ഒരു നിമിഷം നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ല. എൻജോയ് ചെയ്താലും പിന്നെ മനസ്സിനൊരു ഉണ്ടാവുമല്ലോ, അത് എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പൊ ഇനിയും വലുതെന്തോ വരാണ്ട്. അതേപോലെ തന്നെ ചിരിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. അതായത് ചിരിക്കാൻ ഇനി വേറെ എന്തൊക്കെ വരുന്നൊരു തോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഹാപ്പി ആവും, ഇനിയും ആരൊക്കെ നമ്മുടെ ലൈഫിൽ വന്ന് ഹാപ്പി ആക്കും. പിന്നെ ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ ഇനിയും വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം. ഇതൊക്കെ ബിലീവ് സിസ്റ്റം വന്ന് കടക്കുന്നു. അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അതേപോലെ തന്നെ കുട്ടികളുടെ പെരുമാറ്റത്തിലൊക്കെ ഞാൻ ചെയ്യണത് റോങ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ അതെങ്ങനെ തിരുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ വീട്ടിലുള്ള കാര്യങ്ങള്, സ്റ്റാഫുകളുടെ പെരുമാറ്റങ്ങള്, പിന്നെ അതുപോലെ സ്റ്റാഫുകൾ മറ്റേ റിസൈൻ ചെയ്ത് പോവാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. പഴയ സീനിയർ സ്റ്റാഫൊക്കെ പോവാന്ന് പറയുമ്പോൾ ബിസിനസ് പരമായിട്ട് എനിക്ക് പേടിയായിരുന്നു. പിന്നെ ബിസിനസ് ലോ ആയ ഭയങ്കര, പിന്നെ ഒരു 3 days ഒക്കെ 2 days ഒക്കെ ഭയങ്കര ലോയിലാ കിടക്കുക. പിന്നെ എണീക്കണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മേലെ ബിസിനസ് വരണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെയൊക്കെ ഒരു സംഭവമായിരുന്നു. പിന്നെ ഫാമിലിയിലും പെരുമാറ്റങ്ങളില്, അതുപോലെ ഫാമിലിയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ക്ലാസ്സുകളിലേക്ക് വന്നത് മുതൽ മെല്ലെ മെല്ലെ EFTക്ക് ഫസ്റ്റ് ഞാൻ മീറ്റപ്പിലാണ് ഫസ്റ്റ് വന്നത്. മീറ്റപ്പിൽ വന്ന് ഞാൻ ഫസ്റ്റ് തെറാപ്പി ചെയ്തപ്പോൾ ഞാൻ പൊട്ടിച്ചിരിക്കുകയാണ്. ആ ക്ലാസ്സിലൊക്കെ അറിയാം 80-90 ആളുണ്ടായിരുന്നു. അതിൽ ഞാൻ പൊട്ടിച്ചിരിക്കുകയാണ് ക്ലാസ് തുടങ്ങിയത് മുതൽ. അത് എനിക്ക് എന്തിനാ ചിരിക്കുന്നെന്ന് എനിക്കും അറിയില്ല. ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോ എല്ലാരും ചിരി തുടങ്ങി. പക്ഷെ അന്നത്തെ ദിവസം മുതലാണ് ഞാന് സത്യം പറഞ്ഞാല് എന്റെ ലൈഫിൽ ഇത്ര സന്തോഷം ഞാൻ എന്തിനാണെന്ന് എനിക്ക് അറിയാത്തൊരു ചിരി ഉണ്ടാവില്ല. അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കണം അല്ലെ. അന്ന് മുതലാണ് ചിരി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ ലൈഫില് ചിരി എന്താന്ന് ഞാൻ ഫസ്റ്റ് അറിയുന്നത് മറ്റേ ആ തെറാപ്പിയിലൂടെയാണ്. അത് കഴിഞ്ഞ് ഞാൻ മെല്ലെ എനിക്ക് കിട്ടാത്തെന്തോ കിട്ടിയെന്ന ലെവലായി. അതൊരു 1 month 2 month ആയപ്പോ മെല്ലെ മെല്ലെ പ്രാക്ടീസ് നിർത്താൻ തുടങ്ങി. പ്രാക്ടീസ് നിർത്തിയപ്പോ ഇതേപോലെ തന്നെ വീണ്ടും പഴയ പ്രശ്നങ്ങൾ കയറി വരാൻ തുടങ്ങി. പക്ഷെ ഇടക്കിടക്ക് ഞാൻ ചെയ്യുമ്പോൾ ഭയങ്കര റിസൾട്ടുമാണ്. ചെയ്യാത്തുമ്പോ ഇതേപോലെ പ്രശ്നങ്ങൾ വരികയാണ്. അങ്ങനെയാണ് ഞാൻ അഡ്വാൻസിൽ 6 മാസം മുമ്പ് അഡ്വാൻസിൽ ചേരുന്നത്. അഡ്വാൻസ് വേറെ ഒരു ലെവലാണ്. അത് കിട്ടിയവർക്ക് ഓരോ കിട്ടുന്നത് പോലെ കേട്ടോ. എനിക്ക് കിട്ടിയത് ഞാൻ ഓൾറെഡി പ്രതീക്ഷിക്കുന്നത്. പിന്നെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇത് താൽക്കാലികമാണോ, ഇത് പഴയ പോലെ തന്നെ മാറുമോ, പഴയ പോലെ തന്നെ ആവുമോ, ഇത് അതായത് ആദ്യത്തെ പോലെ തന്നെ ആവുമോ എന്നൊരു ഭയങ്കര പേടിയായിട്ടാണ് അഡ്വാൻസിൽ വന്നത്. പക്ഷെ അഡ്വാൻസ് വന്ന് ഞാൻ ആ പേടിയാണ് ആദ്യം ഹീൽ ചെയ്തത്. അതിനുശേഷം ഞാൻ ഇന്ന് വരെ അതിലൊരു ടെൻഷനും ഇല്ല. പിന്നെ അതിന് പുറത്ത് ഒരുപാട് മാറ്റങ്ങൾ പറഞ്ഞാല് എന്റെ ഫസ്റ്റത്തെ ഒരു ബിലീഫ് സിസ്റ്റം കൂടി പറയാം. ചില ആൾക്കാർക്ക് ഉണ്ടാവണതാവും. എന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാല് ഒരു സോക്സിന് വേണ്ടിയിട്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കി നിന്നു. വീട്ടില് സോക്സ് പറഞ്ഞാൽ ഞാൻ 9:30 അല്ലെ 9 മണിക്ക് ഓഫീസിൽ പോകുമ്പോ എനിക്ക് ഒരു 10-8 ഷൂ ഉണ്ട്. അതിക്ക് ആ സോക്സ് എനിക്ക് കിട്ടണം. ഞാൻ കരുതിയ സോക്സ് എനിക്ക് കിട്ടണം. അത് ഉമ്മാക്ക് അറിയാം ആ സ്റ്റൈൽ എന്താ അതായത് ഒരു അതെന്താ ഒരു കാരണം എന്നും പാടെ പറയാം. ഭയങ്കര രസകരമായ കാരണമാണ്. അതിൽ ഉമ്മ എന്ത് ചെയ്യും, കറക്റ്റ് എന്ത് ചെയ്യും, ഉമ്മ കറക്റ്റ് ചെയ്ത് വെക്കും. വൈഫ് വന്നതിൽ വൈഫ് മെല്ലെ മെല്ലെ മനസ്സിലാക്കണമെങ്കിൽ പക്ഷെ ചിലപ്പോൾ മിസ്സാവും. ആ കളർ എനിക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ പ്രശ്നമാണ്. അതാ സ്റ്റാർട്ട് ചെയ്യാം. അത് പ്രശ്നം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടൂല. പക്ഷെ ഞാന് വണ്ടി കൊണ്ട് പോകുമ്പോ ഞാൻ ഇത് ആലോചിച്ചിട്ടാണ് ടെൻഷൻ അടിക്കുക. അപ്പൊ ഈ റൂട്ട് കോഴ്സ് ഞാൻ ശരിക്കും നോക്കുമ്പോ അത് എനിക്ക് അഡ്വാൻസിലാണ് കിട്ടിയത്. ഞാൻ ബാംഗ്ലൂര്
ഫസ്റ്റ് ഷൂ പർച്ചേസ് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു സെയിൽസ്മാനോട് പറഞ്ഞിരുന്നു, ഇന്ന കളർ ഷൂവിന് ഇന്ന സോക്സ് ആണ് ബെറ്റർ ആവുക. അപ്പൊ അത് ഇടുമ്പോൾ ഭയങ്കര മറ്റേ കളർഫുൾ ആവുമെന്ന് പറഞ്ഞൊരു തോട്ടുമ്മയാണ് ഞാൻ സത്യം പറഞ്ഞ ഈ ആങ്കറിങ് കറക്റ്റ് എത്തുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടെ പ്രശ്നമാണ്. ഞാൻ ഈ ഹീലിംഗ് ചെയ്തത് മുതൽ ഒരു 6 മാസമായി. എനിക്ക് ഏത് സോക്സ് കിട്ടിയാലും ഇപ്പൊ പ്രശ്നമില്ല. വീട്ടിലെ ആ പ്രശ്നം തന്നെ ആദ്യം ഒഴിവായി. അപ്പൊ വൈഫിനോട് ആദ്യം ചോദിക്കും, ഇപ്പൊ സോക്സ് എന്താ, അത് വേണ്ടേ? അപ്പൊ അല്ല, എനിക്ക് ഏതായാലും പ്രശ്നമില്ല എന്നുള്ള ലെവലായി. അത് പുറത്ത് കുട്ടികളുടെ പെരുമാറ്റം. കുട്ടികളൊപ്പം ഞാൻ കളിച്ചിരുന്നില്ല. ബിസിനസ്സിൽ ഇപ്പോൾ ഒരു 9:30 10 മണിയാകുമ്പോൾ ഷോപ്പൊക്കെ അടച്ച് ക്ലോസ് ചെയ്ത് വരിക, നമ്മൾ ആ ടെൻഷനോടൊക്കെ വരിക. അപ്പൊ ഞാൻ എന്റെ ക്യാരക്ടർ EFT തുടങ്ങിയത് മുതൽ ഷട്ടർ ഷോപ്പ് ക്ലോസ് ചെയ്ത് അവിടുത്തെ പ്രശ്നം അവിടത്തോടെ അവസാനിപ്പിച്ചു. വീട്ടിൽ വരുമ്പോ കറക്റ്റ് ആയിട്ട് ഞാൻ എന്തൊക്കെ എനിക്ക് കുട്ടികളോട് പെരുമാറണോ അത് ഞാൻ ചെയ്യും. പിന്നെ എന്റെ വൈഫിന്റെ ഹസ്ബൻഡ് ആവും, ഉമ്മാന്റെ മകനാവും, ഉപ്പാന്റെ മകനാവും. അങ്ങനെ ഒരു ഇങ്ങനെ ചേഞ്ചിങ് വരൽ തുടങ്ങി. ഞാൻ വീട്ടിലേക്ക് വരുമ്പോ തന്നെ അവർക്കും ഹാപ്പി ആവാൻ തുടങ്ങി. അവരെ കാണുമ്പോ എനിക്കും ഹാപ്പി ആവാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അത് പെർമനന്റ് എനിക്ക് കിട്ടുകയാണ്. അപ്പൊ ഇത് അടിപൊളിയാണല്ലോ, ഇതൊന്ന് ചെയ്യാലോ, ഇത് അടിപൊളി സംഭവമാണല്ലോ. അങ്ങനെ മെല്ലെ മെല്ലെ എന്ത് ചെയ്തു, പ്രാക്ടീസ് കൂടുതൽ ചെയ്യാൻ തുടങ്ങി. പ്രാക്ടീസ് കൂടുതൽ കഴിയുമ്പോൾ എനിക്ക് ടൈം ഞാൻ മോർണിംഗ് ഇത് കവർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഭയങ്കര സ്റ്റൈലായി. പിന്നെ അഫർമേഷനുകളൊക്കെ കറക്റ്റ് ഏൽക്കൽ തുടങ്ങി. പണ്ട് അഫർമേഷൻ ഞാൻ സമ്പന്നനാണ്, ഞാൻ അടിപൊളിയാണ്, ഇത് പറയുമ്പോ ഇങ്ങനെ ഞാൻ തന്നെ ചിരിക്കും, ഇതിപ്പോ എന്താ ഈ പറയുന്നത്. പിന്നെ അതുപോലെ മറ്റേ മിറർ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പൊട്ടി ചിരിക്കും, കാരണം ഇത് എന്തത്താ ഈ പറയുന്നത്. പക്ഷെ EFT ചെയ്തത് മുതല് അത് ഓരോ വാക്ക് പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ട്. അതേപോലെ തന്നെ എന്റെ എന്റെ മുടി മൊത്തം പോയി നാളായിരുന്നു. ഞാൻ ഇപ്പൊ മുടി വെച്ചതാട്ടോ, ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്. എന്നെ എനിക്ക് ഇഷ്ടപ്പെടൽ തുടങ്ങി. എന്നെ എന്റെ കണ്ണാടിയിൽ നോക്കുമ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെ. അതൊക്കെ സെൽഫ് ലോ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അത് ഭയങ്കര അറിയുന്നത്. ഇത് എന്താ നമ്മുടെ ഉള്ളിലുള്ളതല്ലേ നമ്മൾ കൊടുക്കുന്നത്. എന്റെ ചെറുപ്പം മുതലാണ് എന്റെ ഉപ്പ ഗൾഫിലായിരുന്നു. എന്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും എന്നെ നോക്കിയത്. അപ്പൊ അവർക്കിപ്പോ ഒരു 78-80 വയസ്സായി. അപ്പൊ ഒരുപാട് ബിലീഫ് സിസ്റ്റങ്ങൾ ചെറുപ്പത്തിലേ നമുക്ക് തന്നിരുന്നു. പുറത്തു പോയാല് ഈ മറ്റേ 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പറ്റൂല. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് അവരെ ചെറുപ്പത്തിൽ കിട്ടിയ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് തന്നിരുന്നു. പക്ഷെ അത് നമ്മൾ അതേപോലെ പറഞ്ഞ അതേപോലെ തന്നെയാണ് എടുത്തിരുന്നത്. പക്ഷെ അത് തിരുത്താൻ ഒരു ടൈം എനിക്ക് EFT കിട്ടിയത്. കാരണം പലതും നമ്മൾ മാറ്റം വരുത്തണമെന്നും അവർ പറയുന്നത് കറക്റ്റാണ്. അവര് ജീവിച്ച ശൈലികൾ അതായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അതേ ലെവലിൽ നമ്മളെ വളർത്താൻ നോക്കി. അതും ഓക്കെ കേട്ടോ, അതിലൊക്കെ ഞാൻ ഇപ്പോ ഭയങ്കര പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. പിന്നെ അപ്പൊ അവരെന്താ കുറച്ച് ബിലീവ് സിസ്റ്റങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് എന്റെ ലൈഫിൽ അവരനുഭവിച്ചിരുന്ന കാര്യങ്ങൾ നമുക്ക് തന്നിരുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ ലൈഫിൽ എനിക്ക് 36 വയസ്സായി ഞാൻ കൊണ്ടു നടന്നിരുന്നത്. അപ്പൊ ഇതിന് ഏതാ നല്ലത്, ഏതാ ചെയ്തത്, അതിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതുപോലെ കുറച്ച് ബാഡായ ഒരു 20% ബാഡായ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഈ 20% ആണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തത് എന്റെ ലൈഫിൽ. 80% ഞാൻ സത്യം പറഞ്ഞ അവര് തന്നത് നെഗറ്റീവായിട്ട് കാണും. നല്ല കാര്യങ്ങൾ നെഗറ്റീവും, പിന്നെ ചീത്ത കാര്യങ്ങൾ തന്നത് പോസിറ്റീവായിട്ട് നമ്മൾ കണ്ടിരുന്നത്. അത് ഹൈലൈറ്റ് ചെയ്യും എപ്പോഴും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടെന്നിരുന്നു. സത്യം പറഞ്ഞാൽ EFTയിൽ വന്നതുപോലെ പിന്നെ എനിക്ക് പ്രശ്നങ്ങൾ ഇല്ല എന്നല്ല, പ്രശ്നങ്ങൾ വരുമ്പോ അത് ചെറിയ കാര്യങ്ങളായി, പോസിറ്റീവ് കാര്യങ്ങൾ ഹൈലി ഞാൻ ലെവലായി. കാരണം നമ്മുടെ ലൈഫില് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, നമ്മൾ നെഗറ്റീവിനാണ് കൂടുതൽ. എക്സ്പയറി ഡേറ്റ് ഉണ്ടാവില്ല നെഗറ്റീവിന്. ഇപ്പൊ ഒരാളെ നമ്മൾ ഇൻസൾട്ട് ചെയ്തു, അവൻ എന്ന് കണ്ടാലില്ലെങ്കിൽ അത് മനസ്സിൽ നമ്മൾ കൊല്ലങ്ങൾ കൊണ്ടു നടക്കും. നമുക്ക് റെക്കഗ്നേഷൻ കിട്ടിയ എവിടുന്നേലും അത് ചിലപ്പോൾ ഒരു 24 hourേ ഉണ്ടാവുള്ളൂ. കാരണം ഒരു സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. പക്ഷെ ഇവർ ഇൻസൾട്ട് ചെയ്ത കാര്യം ഉണ്ടല്ലോ, നമ്മളത് കൊല്ലങ്ങൾ കൊണ്ടു നടക്കും. ഈ ഒരു വിസ്റ്റം തന്നെ തിരിച്ചറിവ് വന്നത് മുതൽ തന്നെ നേരെ റിട്ടേൺ ആക്കാൻ തുടങ്ങി. എനിക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ ഞാൻ ഹൈലി പോസിറ്റീവായിട്ട് അത് കറക്റ്റായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ എഴുതും. അത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഓരോ ദിവസം ബാക്കിലോട്ട് മറിച്ച് നോക്കും, എനിക്ക് തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇത് രാവിലെ തന്നെ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഇതാണ്. അതുപോലെ നെഗറ്റീവായ കാര്യങ്ങളിൽ ഫോക്കസ് കമ്മിയാക്കി. അതുപോലെ തന്നെ സ്റ്റാഫുകളെ കേസ് പറഞ്ഞല്ലോ, സ്റ്റാഫുകൾ ഇറങ്ങുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഇവര് പോയതിന്റെ ബിസിനസ് എന്താവുക, ഇത്രയും കാലം എന്റെ കൂടെ 5 കൊല്ലൊക്കെ വന്നിരുന്ന ആൾക്കാർ പോകുമ്പോൾ എനിക്ക് അവര് പോവാന്ന് റിസൈൻ ചെയ്യാന്ന് പറയുമ്പോ തന്നെ ഭയങ്കര ടെൻഷനാണ്. ഇപ്പത്തെ ലെവലില് ഇനി മൊത്തം ടീം പോയാൽ പോലും എനിക്ക് പ്രശ്നമുള്ള കേസല്ല. കാരണം എനിക്ക് ഇപ്പൊ ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നത് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ അവരെ തന്നെ ഓരോരുള്ള സമീപനങ്ങൾ മാറ്റി. പിന്നെ ആദ്യം ടെർമിനേറ്റ് ചെയ്യലൊക്കെ കൂടുതലായിരുന്നു സ്റ്റാഫുകളെ. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അവരോട് മാന്യമായി സംസാരിച്ച് പിന്നെയും അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് വിടുമ്പോൾ
ഈ പല പ്രശ്നങ്ങൾ കാരണം സ്റ്റാഫുകൾ പോകുന്നുണ്ടാവുക. അവർ വീണ്ടും ഞാൻ കയറട്ടെ കടയിലോട്ട് പറഞ്ഞിട്ട് ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു കൊല്ലത്തിനുള്ളിൽ കേട്ടോ ഞാൻ വീണ്ടും റിട്ടേൺ കയറുകയാണ്. പിന്നെ എനിക്ക് വേറെ ജോബൊക്കെ പോയിട്ടൊന്നും റെഡി ആയില്ല എന്ന് പറഞ്ഞ പോലെ റിട്ടേൺ കഴിച്ചു. അങ്ങനെ ഒരുപാട് സ്റ്റാഫ് റിട്ടേൺ വന്നിട്ടുണ്ട്. പിന്നെ വീട്ടിലെ സമീപനങ്ങൾ എന്ന് പറഞ്ഞാല് വൈഫ് പറയും ഇപ്പൊ ഇവിടുന്ന് ക്ഷമ വന്നത് ചോദിക്കും. അപ്പൊ എന്താണ് ചോദിക്കും. അപ്പൊ പറയും ഭയങ്കര മാറ്റമുണ്ട്, ഇന്നാളെ EFT പോയിട്ടാണ് ചോദിക്കും. അങ്ങനെ വൈഫിന് വല്ലാതെ ഇതിൽ താല്പര്യം. ഉമ്മ തേറ്റിട്ട് സത്യം പറഞ്ഞിട്ട് അതുകൊണ്ട് ഉമ്മനാന് മറ്റേ ബേസിക് മറ്റേ ക്ലാസ് തുടങ്ങിയത് മുതൽ, അതായത് വൺ ഡേ വർക്ക്ഷോപ്പ് ഉണ്ടോ അതിൽ കയറിയത് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കാണും. ഉമ്മ എന്ന് ചോദിച്ചത് എന്താണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെ സംഭവം നിങ്ങൾ ചെയ്ത് നോക്കിയെന്ന് അറിയും. പക്ഷെ അല്ല അമ്മ ഒരു 6 മാസം 8 മാസമായിട്ടുണ്ടാവും ടാബ്ലറ്റ് ഇപ്പൊ കഴിക്കില്ല. പ്രമേഹത്തിന്, പ്രഷറിന്, ഇതിനൊന്നും ടാബ്ലറ്റ് കഴിക്കാറില്ല. ഉമ്മക്ക് തണ്ടൽ വേദന ഉണ്ടാവും, ഉമ്മ ഇടക്കുണ്ടായിരുന്നു, അതിനൊക്കെ ഉമ്മ ടാപ്പ് ചെയ്യും. പിന്നെ ഉമ്മാക്ക് ഡോക്ടറെ കാണിക്കൽ വളരെ കുറവാണ്. ഇപ്പൊ ലാസ്റ്റ് ഒരു എന്റെ പറഞ്ഞ 8 മാസത്തിനുള്ളിൽ ഒരു ഡോക്ടറെ കാണിച്ചു. മറ്റേതൊരു 1 മാസം 2 മാസം കൂടുമ്പോ, 1 മാസം കൂടുമ്പോ എന്തായാലും ഒരു 4 ടൈം ഉമ്മാനോട് പോകേണ്ടി വരും. ഒന്നല്ലെങ്കിൽ പ്രമേഹം, പ്രഷർ, പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ തണ്ടൽ വേദന, അല്ലെങ്കിൽ അങ്ങനെ സംഭവം ഉണ്ടാവും. ഉമ്മ ടാപ്പ് ചെയ്യും. ഉമ്മക്ക് നല്ല വിശ്വാസമാണ്. ഇത് കണ്ടിന്റെ ചെറിയ മോളും ചെയ്യും. ഉമ്മ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ട് ചെറിയ മോളും ചെയ്യും. അങ്ങനെ ഉമ്മ പറയും ഇത് ഭയങ്കര സംഭവമാണല്ലോ, മറ്റേ അടിപൊളിയാണല്ലോ സംഭവം. ഉമ്മ എന്നിട്ട് എന്ത് ചെയ്യും, ഇത് സ്ഥിരമായി കൊണ്ടു നടക്കും. പിന്നെ ഇത് കണ്ടിട്ട് മറ്റേ ഉമ്മാന്റെ ഫാമിലിയിലെ ഒരാള് അവര് ചെയ്യൽ തുടങ്ങിയത്, അവര് മറ്റേത് തൈറോയിഡിന്റെ കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇത് എങ്ങനെയുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ. പക്ഷെ ചില ആൾക്കാർ അംഗീകരിക്കൂല, അങ്ങനെ സംഭവം ഉണ്ടല്ലോ. അപ്പൊ അവര് മറ്റേ പറഞ്ഞു ഇത് കറക്റ്റായി പോകും, അതെങ്ങനെ അവസാനിക്കുന്നത്. ഞാൻ പറഞ്ഞു ടെസ്റ്റ് മോണിയിൽ ഏറ്റവും ഉമ്മയാണ്, ഉമ്മാട് ചോദിച്ചാൽ മതി. അങ്ങനെ അതില് ചേഞ്ചിങ് വന്നു. പിന്നെ കോൺഫിഡൻസ് ലെവൽ ഉണ്ടായിരുന്നു. എന്റെ ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോ ശരിക്കും ഞാൻ ദേഷ്യക്കാരനായതുകൊണ്ട് തന്നെ എന്റെ കൂടെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും, അത് പിന്നെ എനിക്ക് മനസ്സിലായി എന്നെ മുമ്പിലോട്ട് ഇടും. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ അവിടെ എന്തൊരു പ്രശ്നം ഉണ്ടായിട്ടോ, എന്തൊരു കാരണം ഉണ്ടാവും അവിടെ, അല്ലെങ്കിൽ ഞാൻ അവിടെ സംസാരിക്കുക ആദ്യം കേട്ടോ. അപ്പൊ ഒന്നല്ലേ അവിടെ ആ ഒരു പ്രശ്നം ഒന്നുകൂടെ വലുതാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ അവിടെ നടക്കും. ഇപ്പൊ നേരെ റിട്ടേൺ. ഞാൻ വളരെ കാമായിരിക്കും. ഞാൻ പറയാനുള്ള പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും, അത് പറയും. പിന്നെ ഞാൻ സൈലന്റ് ആയിരിക്കും. ഈ സൈലന്റ് ആയിരിക്കുമ്പോ അവിടെ വലിയ പ്രശ്നം നടക്കുന്നുണ്ടാവും. അപ്പൊ ഞാനാണ് ആ പ്രശ്നം എന്തെങ്കിലും പറയുന്ന സംസാരം, പോയ കാര്യങ്ങളോ അല്ലെങ്കിൽ വന്ന കാര്യങ്ങളോ സംസാരിക്കുമ്പോ ആദ്യത്തെ ലെവലിൽ ഞാൻ എഗെയിൻസ്റ്റ് പറഞ്ഞ് നല്ല അതിന് എന്റെ ഭാഗം ശരിയാകുന്ന ലെവലിൽ പല കാര്യങ്ങളും സംസാരിക്കും. ഇപ്പൊ നമ്മളെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറയും, പിന്നെ അവിടെ സൈലന്റ് ആയി നിൽക്കും. അപ്പൊ ഈ എനർജി ഇങ്ങനെ വരുമ്പോ മനസ്സിലാവും ഇത് റോങ് സൈഡാ പോണത്, ഇത് ഇന്ന സൈഡൊക്കെ പോണെന്ന് പറയുമ്പോ വളരെ ഞങ്ങൾ ഇങ്ങനെ കാമായി നിൽക്കുമ്പോ പ്രശ്നങ്ങൾ ശരിക്കും അവിടെ ഇല്ലാതാവുകയാണ്. കാരണം അപ്പൊ എനിക്ക് മനസ്സിലായാലും ഞാനാണ് അവിടുത്തെ പ്രശ്നക്കാരുണ്ടായിരുന്നത്. അപ്പൊ ഞാന് പ്രശ്നം ഇല്ലാതായപ്പോ തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ ഇല്ലാതായി. വീട്ടില് മറ്റേ സംസാരങ്ങൾ, അതായത് ഭയങ്കര എപ്പോഴും പോസിറ്റീവായ ലെവലില് നടക്കൽ തുടങ്ങി. പിന്നെ അതിന് പുറത്ത് നമ്മളെ ഫ്രണ്ട്സ് സർക്കിൾ തന്നെ ഒരുപാട് നല്ല ഫ്രണ്ട്സും ഉണ്ട്. എല്ലാവരും നല്ല ഫ്രണ്ട്സാണ്. പക്ഷെ ഞാന് അവരെ കണ്ടിരുന്നത് കാഴ്ചപ്പാടിൽ കുറച്ച് നെഗറ്റീവായിട്ടാണ് കണ്ടിരുന്നത്. അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റി. അത് സത്യം പറഞ്ഞ ഒരു മനുഷ്യന്റെ 80% നല്ലതും 20% തന്നെയാണ് ഈ നെഗറ്റീവ് ഉള്ളത്. പക്ഷെ നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യുക ഈ നെഗറ്റീവ് 20% ആണ്. അത് 99% നല്ല കാര്യം ചെയ്താലും ഒറ്റൊന്ന് ബാഡായി ചെയ്ത് ആ ബാഡ്മേണ് എല്ലാവരും കൂടുക. ആ ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി, ആ ചെയ്ത കാര്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അവനോട് ചിലപ്പോ മറ്റേ പൊരുത്തപ്പെട്ടു കൊടുക്കൂല, അവനോട് മിണ്ടാതെ നടക്കും. അതൊക്കെ എന്റെ ലൈഫിൽ ഉണ്ടാകുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ എന്റെ ലൈഫിൽ അങ്ങനെ ഒരാളില്ല. നിങ്ങൾക്ക് ഇനിയിപ്പോ എന്നെ എന്തെങ്കിലും ഇൻസൾട്ട് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ എന്നെ എനിക്ക് തരാത്ത എന്നോട് പല കാര്യങ്ങളും പറഞ്ഞ ആൾക്കാരുണ്ടാവും. അവരെ എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്താൽ എപ്പോഴും ഫോക്കസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ചെറിയ നെഗറ്റീവ് കാര്യം അതിനുള്ളിൽ ഒതുങ്ങിയിരിക്കും. അപ്പൊ തന്നെ ഇവർ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ലാത്ത രൂപത്തിലായി. പിന്നെ അതേപോലെ തന്നെ പുതിയ പുതിയ അങ്ങനത്തെ ഒരുപാട് കമ്മ്യൂണിറ്റികളിൽ ഞാൻ കറക്റ്റ് ഇങ്ങനത്തെ ഒരുപാട് പോസിറ്റീവ് കമ്മ്യൂണിറ്റികളുണ്ട്, അതിൽ ഞാൻ മെമ്പറായി. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ അങ്ങനെ കിട്ടി. പിന്നെ മണി ബ്ലോക്കിന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ തന്നെ ഒക്കെ മാഡം ഒരുപാട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷെ അത് ഒരുപാട് കാലം മനസ്സിൽ വെച്ച കാര്യമാണ്. നമ്മളൊരു സർക്കിൾ ഈ കമ്മ്യൂണിറ്റിയിൽ പറയുമ്പോൾ ചില ആൾക്കാർക്ക് പറയും ഇങ്ങനെ ഇറ്റ്സ് മീ റിയൽമി ഉണ്ടാകുമ്പോൾ ഞാനൊരു കാലത്ത് വിചാരിക്കുന്നത് ഇതെന്താ പറയിപ്പിക്കണം.
ഇത് നല്ല ഷാഫി സാറേ നല്ല ക്യാഷ് കൊടുത്ത് നല്ല പറയിപ്പിക്കൊണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും ആൾക്കാരെ കിട്ടണ്ടേ ഇതാ പക്ഷെ രണ്ട് കാര്യമുണ്ട്. സമാധാനം ഉണ്ട്, ശാന്തി എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ സമാധാനം പുറത്ത് ഇങ്ങനെ കാണും, അയാൾ സമാധാനത്തിലാണ്, അയാൾ കൂളായിട്ട് ആൾ അറിയും. പക്ഷെ ശാന്തി എന്ന സംഭവം മനസ്സിൽ കിട്ടണതാ. അത് നമുക്ക് എക്സ്പ്ലനേഷൻ ചെയ്യാൻ കഴിയില്ല. അതെന്തൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ശാന്തി ഉണ്ട്. ഇപ്പോ എനിക്ക് പണ്ട് ഞാൻ പറയാം, പല ട്രിപ്പും ഇന്റർനാഷണൽ ട്രിപ്പ് പോയാലും പുറത്ത് നമ്മൾ പോയാലും നമുക്ക് ഹാപ്പി ആവൂല. ഇപ്പൊ എനിക്ക് ഉദാഹരണം, എന്റെ നാട്ടിൽ തന്നെ ഞാൻ ചെറിയ ഒരു ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ ഉള്ളിലാണ് എന്റെ വീട്. ഇവിടെ തന്നെ ഒരുപാട് പാടം, അതേപോലെ തന്നെ കാടുകൾ, ചെറിയ ഉള്ളേരിയ കാടുകൾ, ഫോറസ്റ്റ് ഏരിയ അല്ല, ഒരു ഏരിയ പോലെ ചെറിയ ഏരിയ ഉണ്ട്. അവിടെ പോയി കിളികളെ ശബ്ദം, പിന്നെ പാടത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു പീസ്ഫുൾ ഉണ്ട്. അതൊക്കെ മറ്റാൾക്ക് പറയുമ്പോ എന്താ ഇപ്പൊ പാടം പാടം കാണാപ്പ എന്താ ചില ആൾക്കാര്. ഒരു കൊല്ലം മുമ്പ് ഞാനും അങ്ങനെയായിരുന്നു, എന്താ പാടം കാണും. പക്ഷെ ഇപ്പൊ നിൽക്കുമ്പോ ആ പാടത്ത് പോയി നിൽക്കുമ്പോൾ ഒരു കിട്ടുന്ന ഒരു സുഖം, അതുപോലെ തന്നെ ആ ഫോറസ്റ്റിൽ കിട്ടുമ്പോ കിളികളെ ശബ്ദങ്ങൾ കേൾക്കുന്ന ഒരു സുഖം, പിന്നെ പുസ്തകം വായിക്കുമ്പോ 2 പേജ് വായിക്കുമ്പോ കിട്ടുന്ന ഒരു പോസിറ്റീവ് കാര്യം, അതൊക്കെ മനസ്സിന്റെ ഉള്ളിൽ കിട്ടുന്നതാണ്. എനിക്കത് പ്രകടിപ്പിക്കാൻ പുറത്ത് കഴിയില്ല, പക്ഷെ അതെന്റെ മനസ്സിന് എനിക്ക് ഹീലിങ്ങിലൂടെ കിട്ടിയ സംഭവമാണ്. അതുപോലെ കിളികളെ കാണുമ്പോലെ ഹാപ്പി, പിന്നെ ഇത് മറ്റേ ആട്, പശു, നമുക്ക് ചെറിയ കാര്യങ്ങളിൽ തന്നെ ഭയങ്കര സന്തോഷം തോന്നും. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സംഭവമാണ്. അത് ഹീൽ ചെയ്ത് ഞാൻ കാണാട്ടോ. ഞാനൊരു ആദ്യമൊക്കെ ഹീലിങ് പറഞ്ഞാല് ഒരു 10 മിനിറ്റ് കൊണ്ട് കഴിച്ചിരുന്നു. പിന്നെ ഈ അഡ്വാൻസ് വന്നപ്പോ 1.5 മണിക്കൂറൊക്കെ ഹീൽ ചെയ്യും, 2 മണിക്കൂർ ഹീൽ ചെയ്യും. ചില ദിവസങ്ങൾ ഫ്രീ ആകുമ്പോ എന്താ ചെയ്യേണ്ടത് എനിക്ക് ആദ്യം അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ അത് ഞാൻ ഫ്രീ ആകുമ്പോ ഏറ്റവും കൂടുതൽ ആരും ഇല്ലാന്ന് തന്നെ ഡ്രൈവ് ചെയ്യുമ്പോ ഒക്കെ ഞാൻ എന്ത് ചെയ്യും, ഭയങ്കര ഹീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഞാനന്ന് ചിരിച്ചെന്ന് ഞാൻ ഇതിലേക്ക് തേടി നടക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഞാന് മറ്റേ ഇങ്ങനെ മീറ്റപ്പിന് അത്രയും ചിരിച്ചത് എന്തിനായിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ റൂട്ട് എടുത്തപ്പോ എന്റെ ഒരുപാട് കൊല്ലത്തെ സന്തോഷങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സാറത് പറഞ്ഞു കേട്ടോ, അവിടെ വെച്ചിട്ട് പറഞ്ഞു, ഇത് ആ പിടിച്ചു വെച്ച സാധനങ്ങൾ പൊട്ടുകയാണെന്ന് പറഞ്ഞു. പക്ഷെ സാറ് പറഞ്ഞപ്പോഴും ഇത് എന്താന്ന് എനിക്ക് അറിഞ്ഞില്ല കറക്റ്റ്. ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരുപാട് കാലത്തെ എനിക്ക് സന്തോഷിക്കേണ്ട കാര്യങ്ങളിൽ മൊത്തം അന്ന് ഒരു ചെറിയ പൊട്ടിച്ചിരിക്കേണ്ട സംഭവങ്ങൾ ചെറിയ സ്മൈല് കൊടുത്ത് അത് ഒതുക്കുന്ന സംഭവമായിരുന്നു. ആ സംഭവം ശരിക്ക് റിലീസ് ആവുമായിരുന്നു അന്ന് റിലീസായത് മുതൽ ഇന്ന് ഇപ്പോ ഒഫീഷ്യൽ കാര്യമാണെങ്കിലും ഇപ്പൊ സാഡ് ആണെങ്കിൽ സാഡ് ആയിട്ട് തന്നെ നിൽക്കും. പക്ഷെ അത് ഞാൻ പെട്ടെന്ന് റിക്കവർ ചെയ്ത് നിൽക്കും. ഹാപ്പി ആണെങ്കിൽ ഞാൻ പ്രകടിപ്പിക്കണം. ഞാൻ ഹാപ്പി ഞാൻ പ്രകടിപ്പിച്ചിരുന്നില്ല ആദ്യം, കാരണം ഇതിന് വലുത് വരാൻ വേണ്ടി കാത്തിക്കാണ്. അന്നാണ് എന്റെ ശരിക്കും പറഞ്ഞ പൊട്ടുന്നത് സംഭവം. ആ പൊട്ടിയല് പിന്നെ അഡ്വാൻസിൽ ഇതേപോലെ ഉണ്ടായി. ഞാൻ വന്ന് ഒരു അരമണിക്കൂറാണ് വന്ന് പൊട്ടിച്ചിട്ടുണ്ടാവും. പക്ഷെ എനിക്കത് എന്ത് കാരണം കൊണ്ടാണ് ശരിക്കും അഡ്വാൻസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, മറ്റേ ഇതാണ് സംഭവം, ഏഹ് ഇന്ന കാരണം കൊണ്ടാണെന്ന് മനസ്സിലായത്. അത് ഭയങ്കര തിരിച്ചറിവായിരുന്നു. അതേപോലെ തന്നെ കിട്ടിയതിന് ഞാൻ ഒരിക്കലും മറ്റേ ഹാപ്പി അല്ല, എന്ത് സംഭവം കിട്ടിയാലും ഹാപ്പി ഇല്ല എന്ന്. പക്ഷെ ഈ അഡ്വാൻസിങ് വന്ന മുതല് എനിക്ക് ചെറിയ കാര്യം പോലും കിട്ടിയാൽ ഭയങ്കര ഹാപ്പി ആവും. അത് കൂടുതൽ ആൾക്കാർ പറയും എന്താ ഇതിൽ ഇത്ര ഹാപ്പി ആവാന്, ഇതിപ്പോ എന്നും കിട്ടണല്ലേ. അപ്പൊ പറയും ആ, അപ്പൊ പറയാം അത് കുഴപ്പമില്ല അറിയും. അപ്പൊ ഒരേ സിറ്റുവേഷൻ, ഞങ്ങൾ ഒരേ ആൾക്കാര്, ഒരേ സ്റ്റേജ്, കിട്ടുന്നത് ഒരേ റെക്കഗ്നേഷൻ ആണ്. പക്ഷെ കിട്ടുന്ന ആൾക്ക് കിട്ടുന്ന മനസ്സിൽ കിട്ടുന്നത് ഈ 4 ആൾക്കും 4 ലെവലിലാണ്. അപ്പോ എനിക്ക് കിട്ടുന്ന സുഖം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു 3 ആൾക്കും മനസ്സിലാവൂല, കാരണം എന്റെ കാര്യമാണല്ലോ. അപ്പൊ അത് ചില ആൾക്ക് പറഞ്ഞാല് ഇപ്പൊ ഏതോ വേറെ തലത്തേക്ക് എത്തിയിട്ടുണ്ട് കാര്യം. അപ്പൊ അത് അവർക്ക് മനസ്സിലാവും ചെയ്യൂല. പക്ഷെ ഈ കമ്മ്യൂണിറ്റി പറയുമ്പോൾ അത് അനുഭവിച്ച ആൾക്കാർക്ക് ശരിക്കും മനസ്സിലാവും. അനുഭവിക്കാത്ത ആൾക്കാർ ഇപ്പൊ ഇതിപ്പോ എന്തായി പറയുന്നത്, ഒരു മറ്റേ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് എങ്ങനെ റെഡി ആവുന്നത്. പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അതിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അതാണ് അതിന്റെ ഏറ്റവും വലിയ സംഭവം. മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം ഞാന് ഒരു കൊല്ലം മുമ്പ് ചെയ്യാന്ന് പറയുമ്പോഴും അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കറക്റ്റ് ഇപ്പൊ ഞാൻ ചെയ്യുമ്പോ കറക്റ്റ് എനിക്ക് അറിയാം, കറക്റ്റ് മറ്റേ ട്രാൻസ്ലേക്ക് പോകും, കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് പോകും. പിന്നെ അഫർമേഷൻ കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് കേൾക്കും. പിന്നെ അത് പറയുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പി ആവും. ആ ഒരു സംഭവം ഹീൽ ചെയ്താ കിട്ടുന്നു പറഞ്ഞിരുന്നു. പക്ഷെ അത് ശരിക്കും അനുഭവിച്ചു പറഞ്ഞു. പിന്നെ ഒന്നും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ ഞാൻ എന്തായാലും എത്ര ബിസി ആണെന്നുണ്ടെങ്കിലും ഇതിന് ടൈം കൊടുക്കും. അതിൽ മോർണിംഗ് കൊടുക്കും, ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും കിടക്കുന്നതിന് മുമ്പ് ഇത് ചെയ്തിട്ടേ കിടക്കുള്ളൂ. അതിന്റെ റൊട്ടീൻസിൽ ആഡായി. അതുകൊണ്ട് തന്നെ അതെനിക്ക് അറിയാം. ഇപ്പോ റൊട്ടീൻസിൽ ആഡായി കിട്ടിയ പിന്നെ സുഖാന്ന് എനിക്കറിയാം. അപ്പൊ അതിനെ ആഡ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ഞാൻ ഒരിക്കലും മിസ്സാവാത്ത രൂപത്തിൽ
ഇത് കറക്റ്റായി ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ പിന്നെ ചെയ്യാത്ത ദിവസങ്ങൾ ഭയങ്കര ടെൻഷനാവും. ചെയ്തിട്ടില്ല ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത മുതൽ ഇങ്ങനെ മോർണിംഗ് ചെയ്തില്ലെങ്കിൽ എവിടെ പോകുമ്പോൾ ഒന്ന് ഹീലിംഗ് ചെയ്തില്ല കേട്ടോ, ഉള്ളുന്ന ഒരാൾ ഇങ്ങനെ പറയും ഇത് ഹീലിംഗ് ചെയ്തില്ല, പെൻഡിങ് ആണെന്ന് പറയും. അപ്പൊ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോ എന്തെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്യും. അപ്പൊ ഞാൻ ജസ്റ്റ് നോട്ട്സിൽ മൊബൈൽ നോട്ട്സിൽ കണക്ട് ചെയ്യും, ഒന്ന് ചെയ്തിട്ടുണ്ടെന്ന് എഴുതി. അങ്ങനെ കിട്ടുന്ന ടൈമിൽ ആദ്യം ട്രാവൽ ചെയ്യുമ്പോൾ വേറെ സംഭവമുണ്ട്. ട്രാവൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ മൈൻഡില് ട്രാവലിംഗ് പറഞ്ഞപ്പോ എനിക്കൊരു 1 മണിക്കൂറാണ് ഷോപ്പിക്ക് ഉള്ളത്. അപ്പോ ഈ 1 മണിക്കൂർ പോകുമ്പോഴാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുക ഈ സംഭവം. ആദ്യത്തിൽ കേട്ടോ, ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്ത മുതൽ ഇങ്ങനെ വരും, സ്റ്റാർട്ട് ചെയ്യും, നെഗറ്റീവ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അത് കഴിഞ്ഞ് കടയൊക്കെ എത്തിയാൽ അങ്ങനെ ഒരു മണിക്കൂറായോ, അപ്പത്തിന് പോസിറ്റീവ് ഒന്നും അതിലുണ്ടാവില്ല, ഫുള്ള് നെഗറ്റീവ് ഉണ്ടാവുക. ഇപ്പൊ നേരെ റിട്ടേൺ ആണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ് മൊബൈലിൽ കവർ ചെയ്യും, എന്നിട്ട് അത് അയക്കില്ല തോട്ട് കൊടുക്കും. നമ്മുടെ ചിന്തകളിൽ എവിടേക്കാണ് നെഗറ്റീവ് ചിന്ത പോണതെന്ന് നോക്കും. അപ്പൊ അയക്ക് നേരെ ചിന്തനെ ഡൈവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, നല്ല ക്ലാസ്സുകൾ ഇല്ലെങ്കിൽ നല്ല സ്റ്റോറികൾ, പിന്നെ ഇല്ലെങ്കിൽ മതപരമായ ക്ലാസ്സുകളൊക്കെ കേൾക്കും. അതുകൊണ്ട് തന്നെ എന്റെ ലൈഫിലുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ സംഭവിക്കാൻ ഉണ്ടാവൂല. അപ്പൊ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അടുത്ത ലെവലിൽ ആവാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, കറക്റ്റ് ഷോപ്പിലെത്തി ഷോപ്പിലത്തെ ആളാവും, ഷോപ്പ് കഴിഞ്ഞ് വന്ന വീട്ടിലത്തെ ആളാവും, അതുപോലെ നാട്ടിൽ ഇറങ്ങാൻ നാട്ടിലത്തെ ആളാവും. ബിസിനസ് ക്ലാസ്സിന് പോയിച്ചാൽ അപ്പൊ ആ ക്ലാസ് മാത്രമേ ആലോചിക്കുള്ളൂ, വേറെ ഒന്നും ചിന്തിക്കൂല. എവിടെയാണോ പ്രസന്റിൽ ഉള്ളത് ആ പ്രസന്റിലുള്ള സ്ഥലത്ത് ഹാപ്പി ആയി തുടങ്ങും. മറ്റേത് അങ്ങനെയല്ല ഉണ്ടാത്. മറ്റേത് ചിലപ്പോൾ വീട്ടിലാകുമ്പോൾ കടയത്തെ കാര്യം മൊത്തം ചിന്തിക്കലോ, അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കാര്യം. ചിലപ്പോൾ കടയിൽ പോയാൽ വീട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളു ചിന്തിക്കുക. ചിലപ്പോൾ ബിസിനസ് ക്ലാസ്സിന് പോയാൽ ഈ ബിസിനസ് എങ്ങോട്ടാ പോകണം, ആകെ അങ്ങനെ ഉണ്ടായിരുന്നത്. അതൊക്കെ ഈ ഹീലിംഗ് വന്നത് ഹീൽ ചെയ്ത് ഭയങ്കര ഹീൽ ചെയ്തിട്ട് മൊത്തം ഒഴിവാക്കിട്ടോ. അതിനെ നല്ല എന്നെ സഹായിച്ചത് ഷബ്നമേടായിരുന്നു. ഷബ്ന എന്റെ മെന്റർ, ഷബ്നമേടെ എന്റെ മെന്റർ. ഞാന് മറ്റേ ഫോളോ അപ്പ് സെക്ഷനിൽ ഒരുപാട് കാര്യങ്ങൾ കൂടി വിളിച്ചിട്ടുണ്ട്, നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പൊ നാളെ സാഫ് സാറ് പറഞ്ഞു ഇവിടെ ക്ലാസ് പോയപ്പോ കൂടുതൽ ആള് എന്തോ മറ്റേ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് മെഡിറ്റേഷൻ എനിക്ക് തന്നത് വേറെ ആൾക്കാരാണ്. EFT എനിക്ക് തന്നത് സാഫ് സാറും ടീമുമാണ്. എനിക്ക് കിട്ടിയതൊക്കെ പോസിറ്റീവാണ്. ഞാൻ തന്നെ എന്തൊക്കെ കിട്ടുന്നോ, എന്റെ ഗുരുക്കന്മാര് എന്തൊക്കെ എനിക്ക് തന്നോ അതൊക്കെ എനിക്ക് പോസിറ്റീവാണ്. ഓരോ ഗുരുക്കന്മാർക്കും ഓരോ കഴിവുണ്ടാവും. അപ്പൊ ആ കഴിവ് ഫോക്കസ് ചെയ്താല് ആ ആൾക്ക് നെഗറ്റീവ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എനിക്കുള്ള ഗുരുക്കന്മാരൊക്കെ ഹൈലി എനിക്ക് നല്ല കാര്യങ്ങൾ തന്നിട്ടുള്ളൂ എന്നുള്ളൊരു തോട്ട് ഈ ഹീൽ ചെയ്തത് മുതൽ എനിക്ക് മാറ്റം വന്നു. ആദ്യം ഞാൻ അങ്ങനെയല്ല ചിന്തിച്ചിരുന്നത്. ആദ്യം ഞാൻ ചിന്തിച്ചിരുന്നത് ഇവരൊക്കെ ക്യാഷിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്, പിന്നെ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കാൻ ടീമാണ്. ആ ലെവലാണ് നെഗറ്റീവ് തോട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ചിന്താഗതികളില് ചിന്തകൾ തന്നെ വരല് വളരെ കുറവാണ്. അത് ഹീലിംഗ് ജേണിയിൽ വന്നതിന് ശേഷമുള്ള ചേഞ്ചിങ് തന്നെയാണ്. സാർ പറഞ്ഞ പോലെ ഒരുപാട് മാറ്റങ്ങൾ സാറ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു അഡ്വാൻസിന്റെ ഹീലിംഗിൽ. സാറ് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ പുറത്താണെങ്കിലും അതെ, ഹീലിംഗ് സെഷനിൽ വീഡിയോ ഓൺ ആക്കിയിട്ട് പുറത്ത് നിന്നിട്ട് തന്നെ ടാപ്പ് ചെയ്യണത് കാണാറുണ്ട്. സോ അതൊരു നല്ലൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും ചേഞ്ചസ് ഫീൽ ചെയ്യുന്നത്. അത്രയും ഡെഡിക്കേഷനോട് കൂടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരം റിസൾട്ടുകൾ കാണുന്നത്. സോ വാട്ട് ക്യാൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ്. അതേപോലെ സാറ് പറഞ്ഞു, ഷാഫി സാറിന്റെ ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടലി ഷാഫി സാറിന്റെ ഒരു ക്ലാസിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? അതായത് ഷാഫി സാർ നമ്മുടെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ ലൈഫില് പല കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് എന്തായാലും ഇപ്പൊ EFT വരുന്നത്, എല്ലാവരും വരുന്നുണ്ടാവും. അതുപോലെ തന്നെ ഞാനും എനിക്കൊരു പെർമനന്റ് സൊല്യൂഷന് വേണ്ടിയിട്ടാണ് ഇതിൽ എത്തിയിട്ടുണ്ടാകുന്നത്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാല് മറ്റേ ട്രാൻസിലേക്ക് പോകുമ്പോ കറക്റ്റ് സാറ് പറയുന്ന പെട്ടെന്ന് മറ്റേ ട്രാൻസിന് ഇവർക്ക് അറിയോ എനിക്കറിയില്ല, പെട്ടെന്ന് ഉറക്കത്തിലോട്ട് പോകാം. ഈ ഉറക്കത്തിലോട്ട് പോകുമ്പോ സാറ് പറയുന്ന ഓരോ വാക്കും എന്റെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഭയങ്കര മറ്റേ ഇൻസ്റ്റാളേഷൻ നടക്കും, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ പോലെ തന്നെ നടക്കും. കാരണം എന്റെ പഴയത് അവിടെ കടന്ന് ഒഴിവാക്കി കണ്ട് പുതിയത് ഇൻസ്റ്റാൾ ആവുകയാണ്. അത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്ത് അറിയാൻ കഴിയും. സാറ് പറഞ്ഞ് ആ ട്രാൻസിൽ നിന്ന് എണീറ്റ മുതൽ പിന്നെ എനിക്ക് സാർ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ള തോട്ട് വരും. അപ്പൊ ഞാൻ സാറോട് പറയും ഞാൻ ട്രാൻസ്ലേറ്റ് പോയിട്ടുണ്ടായിട്ടോ, പക്ഷെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അത് ശരിക്കും എനിക്ക് പുതിയ ഞാൻ ഫോണുമായിട്ടാണ് എന്റെ ബ്രെയിൻ എപ്പോഴും കണക്ട് ചെയ്യാറ്.
പുതിയ ഫോൺ വാങ്ങിയാൽ 5 കൊല്ലം കഴിഞ്ഞാൽ ഹാങ്ങും കാര്യങ്ങളും വരും, പിന്നെ മെമ്മറി ഫുള്ളാവും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഒന്നല്ലേ ഫോൺ ചേഞ്ച് ചെയ്യും, ഇല്ലെങ്കിൽ ഒന്ന് ഫോർമാറ്റ് ചെയ്തൊന്ന് റെഡിയാക്കും. ഇതന്നെയാണ് ശരിക്കും ബ്രെയിനിന്റെ കളിയുള്ളത്. 35 കൊല്ലം 36 കൊല്ലം വെച്ച് എനിക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യം അവിടെ വെച്ചിട്ട് ഈ ചീത്ത കാര്യം സാറ് മൊത്തം എടുത്തു. മൊത്തം എടുത്തതിന് ശേഷം സാറ് പുതിയ കാര്യം എനിക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തന്നു. ഈ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ തന്നെ എന്റെ പെർഫോമൻസിന്റെ ചേഞ്ച് ആയി, എന്റെ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ആയി. അതെനിക്ക് എപ്പോഴും ഞാനത് എപ്പോഴും കാണല്. ഏത് സാറ് ഏത് ഗുരുക്കന്മാർ തന്നാലും ഒരു സാറ് തരുന്ന ഒന്നുകൂടെ എനിക്ക് മനസ്സിലാവും. കാരണം സാറ് എടുത്ത് ഒഴിവാക്കിയതും വേറെ അറിയാം, പുതിയ ഇൻസ്റ്റാൾ ചെയ്തതും അറിയാം. കാരണം പഴയ സിറ്റുവേഷൻ, ഒരുപാട് എന്റെ പഴയ സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന, ഞാൻ ചൂടാവുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതെനിക്ക് അവിടെ കാണുന്നില്ല. അവിടെ വേറെന്തോ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ ഇൻസ്റ്റാൾ ചെയ്തതിന് ചേഞ്ചിങ് എന്താ വെച്ചാല് എന്റെ എന്റെ പോസിറ്റീവ് കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോ പണ്ട് ഞാൻ ചൂടായിരുന്ന സിറ്റുവേഷനിൽ ഇപ്പൊ സെയിം സിറ്റുവേഷൻ എനിക്ക് വരുമ്പോ ഞാൻ പൊട്ടിച്ചിരിക്കുക. അതിൽ ഏറ്റവും എന്താ വെച്ചാല് മറ്റേ ഞാൻ വണ്ടി കൊണ്ട് പോകുമ്പോ, കാർ കൊണ്ട് പോകുമ്പോ പെട്ടെന്നൊരു അമ്പ് വന്നു. ഒരാൾ മുമ്പിലുള്ള ആൾ പെട്ടെന്ന് ഷഡൻ ബ്രേക്ക് കുടിച്ചു. അപ്പൊ ഞാനും ബ്രേക്ക് കുടിച്ചു. അയാൾ അങ്ങനെ പോയി, ഞാനും പോയി. ഞാൻ ബ്രേക്ക് കുടിച്ച് നോക്കുമ്പോ ടക്ക് സൗണ്ട് കേട്ടോ. ബാക്കിൽ ഒന്ന് ഒരാൾ വന്നിട്ട് ബാക്കിൽ ഒന്ന് കുത്തിയിട്ടുണ്ട്. അതില് ഞാനവിടെ ഓഫ് ചെയ്ത് വണ്ടി അവിടെ നിർത്തി. അപ്പൊ ആൾക്കാരെ കൂടുന്നത് കാണുന്നുണ്ട്. ഞാൻ ഒരു 30 സെക്കൻഡ് അവിടെ വണ്ടിയിലിരുന്നു. നല്ല ഗ്ലാസ് കത്തി. പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ വണ്ടിയിലത്തെ ആള്, ബാക്കിലുള്ള വണ്ടിയിലത്തെ ആള് എങ്ങോട്ട് നോക്കിയിട്ട് അവിടെ താൻ പോരുന്ന വെച്ചു. അതിൽ ഞാൻ ഇങ്ങനെ മുഖത്ത് നോക്കി. അപ്പൊ അപ്പുറത്തുള്ള ആൾക്കാർ പറഞ്ഞു, എന്താ അയാളോട് ചൂടാവണ്, നിങ്ങളല്ലേ ബാക്കിൽ ഒന്ന് കുത്തിയത്, ലേശം ഡിസ്റ്റൻസ് വരണ്ട ചോദിച്ചു. അപ്പോഴും അയാൾ കൂടുന്നില്ല. അങ്ങനെയല്ലേ, പെട്ടെന്ന് ബ്രേക്ക് കുടിക്കാൻ പറ്റും. അപ്പൊ ഞാൻ വളരെ കാമായി നിൽക്കുകയാണ്. അതില് അയാളിങ്ങനെ ചൂടാവുകയാണ്, ഞാൻ ഒന്നും തരൂല, ക്യാഷ് ഒന്നും തരൂല. അപ്പൊ എന്റെ ഓൾറെഡി ബാക്ക് പോയിട്ട് ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഞാൻ ഒന്നും തരൂല. അപ്പൊ അങ്ങനെ തോളം പിടിച്ചു, നിങ്ങളെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റുമോ ചോദിച്ചേന്. അതില് ഇയാളിപ്പോ എന്താ പറയണേ. അപ്പോ അപ്പൊ ഞാൻ വളരെ കാമായിട്ട് നിൽക്കുന്നത്. സാധാരണ സിറ്റുവേഷൻ ഒക്കെ ഈ പഴയ സിറ്റുവേഷൻ വെച്ചിട്ട് അടി കഴിഞ്ഞിട്ടുണ്ടാവും അവിടെ. അതില് അയാള് അല്ല, എന്റെ വണ്ടിക്കൊന്നും പറ്റില്ല, നിങ്ങളെ വണ്ടിക്കാ പറ്റിക്കണ കാരണം. എന്നാ ഓക്കെ, നമുക്കൊന്ന് എവിടെ വെച്ചാൽ വർക്ക്ഷോപ്പ് കാണിക്കല്ലേ, ഷോറൂം കാണിക്കാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ അല്ലേ ചോദിച്ചോ. ഓക്കെയാണ് കാരണം. നേരെ കയറിയിട്ട് അതുപോലെ ഒരു എവിടെ വർക്ക്ഷോപ്പ് വെച്ചാൽ 1 കിലോമീറ്റർ അപ്പുറത്തുണ്ടായിരുന്നു. 1 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് വണ്ടി കാണിച്ചു കൊടുത്തു. ഇത്ര ക്യാഷ് വരുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ തോളി പിടിച്ചിട്ട്, എന്താല്ലേ വണ്ടികൾ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കല്ലേ, നിങ്ങളും ഞാനും വണ്ടി കൊണ്ട് പോകണാണ്, പിന്നെ എന്താ ചെയ്യാ ചോദിച്ചപ്പോ അയാൾ വേഗം ക്യാഷ് എടുത്ത് നോക്കട്ടെ പറഞ്ഞു. സുഖല്ലേ ചോദിച്ചു. ആ സുഖമാണ്. പഴയ സിറ്റുവേഷൻ വെച്ചാൽ അവിടെ അടി നടന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അവിടെ എന്തൊരു കേസ് ആകെ പ്രശ്നങ്ങളായിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് കേസുകൾ കേട്ടോ, ഒരുപാട് കാര്യങ്ങള്. പാർക്കിംഗ് കിട്ടാതെ, അത് എനിക്ക് ഇതൊന്നും മനസ്സിലായി കേട്ടോ. സ്പിരിച്വൽ ലെവലിൽ മാറും എന്നൊക്കെ പറയുമ്പോ എന്താ ഇപ്പൊ സ്പിരിച്വൽ ലെവലിൽ മാറുക വിചാരിച്ചു. പാർക്കിംഗ് ഇല്ലാത്ത ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് പാർക്കിംഗ് എനിക്ക് കിട്ടുന്നതിൽ ജസ്റ്റ് എന്ത് ചെയ്യും, തോട്ട് കൊടുക്കും. അപ്പൊ ഉണ്ടാവും ഒറ്റ പാർക്കിംഗ് ആയിട്ട് കിട്ടും. ഒരു പാർക്കിംഗ് കറക്റ്റ് ആയിട്ട് സെക്യൂരിറ്റിക്കാരൻ വരൂ, സൈഡ് ആയിക്കോളൂ പറയും. അങ്ങനെ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും, നല്ല രസകരമായ കാര്യങ്ങളാണ്. നമ്മൾ എടുക്കുന്ന സ്റ്റൈല് പോലെയാണ് ഇതുള്ളത് കേട്ടോ. ഇപ്പൊ ചില ആൾക്കാർ എന്താ അത് നോക്കാനുള്ളത്, ഒരു പാർക്കിംഗ് അല്ലേ, അത് അവിടെ ഉള്ളതാണ്. പക്ഷെ ശരിക്കും ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ആ ടൈമിൽ പാർക്കിംഗ് കിട്ടാത്ത ഒരുപാട് സിറ്റുവേഷൻ എനിക്ക് മുമ്പുണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഒരു പാർക്കിംഗ് അവിടെ റെഡി ആയിട്ടുണ്ടാവും. ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് തോട്ട് കൊടുക്കും. നേരെ ചെന്നുണ്ടാവും അവിടെ ഒരു പാർക്കിംഗ് അവിടെ നിൽക്കുന്നുണ്ടാവും. പിന്നെ താഴെയുള്ള കരുണ കാണിക്കണം എന്ന് പറയും. ഞങ്ങൾ മതപരമായിട്ടും പറയും. പിന്നെ സാറും പറയും എപ്പോഴും കരുണ എല്ലാവരും വേണമെന്ന്. ശരിക്കും താഴേക്ക് കരുണ കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് മേലക്കിൽ ഒരുപാട് റെക്കഗ്നേഷനുകൾ വരുന്നു. എന്റെ ലൈഫിൽ ഇപ്പൊ ഞാനൊരു കൊല്ലമായിട്ട് അനുഭവിക്കുന്ന കേസാട്ടോ. അത് ഭയങ്കര സംഭവമാണ്. കരുണ കാണിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഏറ്റവും ഇതിലൊരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ്. എന്റെ പെട്രോൾ വണ്ടിയാണ്, ഡീസൽ അടച്ചു. ഡീസല് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഫാമിലിയോട്ട് പോവാണ്. അപ്പോ നേരെ വണ്ടി സൈഡാക്കിയതിനു ശേഷം പെട്രോൾ പമ്പിൽ സൈഡാക്കിയതിനു ശേഷം ക്യാഷ് പറഞ്ഞു. അയാൾ അടിച്ചൊരു കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഡീസൽ അടിക്കുന്ന ആള്. അതില് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അത് പറഞ്ഞു സ്റ്റോപ്പ് ചെയ്ത് ഡീസൽ അടിക്കണ പറഞ്ഞു. അതില് ഉമ്മ പറഞ്ഞു, അല്ലോ ഇനിയിപ്പോ എന്താ ചെയ്യാ, പോലെ അവിടേക്ക് ഞങ്ങൾ പോവാണ്, ഇനി എന്താ ചെയ്യാ ചോദിച്ചു. അവൻ പറഞ്ഞു സമാധാനം, കുഴപ്പമില്ല പറഞ്ഞു. അപ്പൊ മറ്റേ ഡീസൽ അടിച്ച പയ്യൻ ഇങ്ങനെ കയ്യും കാലും വറക്കാൻ തുടങ്ങി. അവൻ പുതിയ ആളാണ്, പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതിലെ മേലെ പുറത്തിറങ്ങി, പേടിക്കൊന്നും വേണ്ട, പ്രശ്നമില്ല. അപ്പൊ സാറേ പുതിയ ആളാണ് അറിയുന്നത്. അതിന് പ്രശ്നമില്ല പറഞ്ഞു. അതിലവിടുത്തെ വേഗം ഒരു സീനിയർ ആള് വന്നു. അപ്പോ ഞാൻ ചോദിച്ചു, വർക്ക്ഷോപ്പ് വിളിച്ചാൽ മതി, അവര് പറഞ്ഞുതരും, എന്തെങ്കിലും ഊര പ്രശ്നം. വളരെ കാമായിട്ട് നിൽക്കണം കേട്ടോ. അപ്പൊ നേരെ വർക്ക്ഷോപ്പിന്റെ നമ്പർ അയാൾ അടിച്ചിട്ട് ഫോണിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ
ഡീസൽ അടിച്ച് ചെറിയ ചേഞ്ചിങ് ആയിട്ട് എന്താ വെച്ചാൽ ഇതിനെന്താ സൊല്യൂഷൻ ചോദിച്ചു. ഒന്നുമില്ല, അതിന്റെ ത്രിബിള് പെട്രോൾ അടിച്ചാൽ മതിയായിരുന്നു. ശരിക്കും ആ പ്രശ്നം എന്റെ പഴയ ലെവലില് ആവുകയാണെങ്കിൽ ഞാനൊരു വേറൊരു ലെവലിൽ അവിടെ പ്രതികരിക്കുക. അപ്പോ നേരെ ത്രിബിൾ അടിച്ചു, പെട്രോൾ അടിച്ചു, സ്റ്റാർട്ടായി, വണ്ടി ഓക്കെ ആയി. ഞാൻ കയ്യും കൊടുത്ത ചങ്ങായിക്ക് കയ്യും കൊടുത്ത് കുഴപ്പമൊന്നുമില്ല, ശ്രദ്ധിച്ചോളൂ കേട്ടോ. പിന്നെ നോക്കാറിന് കയ്യും കൊടുത്തു പോയി. അതൊക്കെ ഞാൻ വണ്ടി കയറിയപ്പോ ഉമ്മ നോക്കണേ, എന്താടാ എന്താ പറ്റി? അതിലെ ഒന്നുമില്ല, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ ഒരുപാട് സംഭവങ്ങള്, രസകരമായ സംഭവം ഞാൻ തന്നെ ചിന്തിക്കും. അല്ല ഞാൻ പണ്ടൊക്കെ എന്തൊക്കെ കാട്ടിന്ന് കുറച്ചോനെ, ഇതിപ്പോ എങ്ങട്ടായി പോണ അല്ല എന്നെ കൊണ്ടടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവങ്ങള് വന്നിട്ടുണ്ട് ലൈഫിൽ, അൽഹംദുലില്ലാ. ഓക്കെ, അത് നിങ്ങളുടെ ഉള്ളിലത്തെ ഒക്കെ ഒരുപാട് ട്രോമാസ് ഹീൽ ചെയ്ത് നമ്മളെ പറയുമല്ലോ, ഇന്നർ വേൾഡ് ചേഞ്ച് ആവണതിനനുസരിച്ചിട്ട് നമ്മളെ പുറമേയുള്ള ലോകവും മാറും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സാർ ഇപ്പൊ പറഞ്ഞത്. ഇപ്പം അതേപോലെ EFT ഒരുപാട് പ്രാക്ടീസസ് ചെയ്യുന്നുണ്ട്. സാറിന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള എന്നും മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടൂൾ ഏതാണ്? അത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാറ്? ഞാൻ ഗ്രാറ്റിറ്റ്യൂഡാണ് കറക്റ്റ് ആയിട്ട് കവർ ചെയ്യല്, പിന്നെ സെൽഫ് ലവും. ഓക്കെ, അത് ഡെയിലി മിസ്സാകാതെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? എങ്ങനെയാണ്? അത് മിസ്സാവാതെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാറത്? ലൈക്ക് എന്ത് ഡിഫറൻസ് ചെയ്തിട്ടുള്ളത്? ഗ്രാറ്റിറ്റ്യൂഡ് പറയണെങ്കിൽ നമുക്ക് നമുക്ക് തന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കൂല എന്ന സംഭവമാണ്. ഇന്നെ സൃഷ്ടിച്ച ഒരാളുണ്ട്, ആ ആളെ കണക്ട് ചെയ്ത് കിട്ടിയ വളരെ കൊല്ലങ്ങൾക്ക് ശേഷമാണ് അത് മനസ്സിലായത്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ സർ, ഓക്കെ സർ. ആള് തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ. അതെനിക്ക് മനസ്സിലായ കേസില് നമ്മുടെ ശരീര അവയവങ്ങളാണ് ഏറ്റവും വലുത്. അത് എനിക്കൊരു ദിവസം ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഉണ്ടായി. അതില് അന്ന് ഓക്സിജന് വേണ്ടി ഞാൻ പെയ്ഡ് ക്യാഷ് കൊടുത്തു, ഒരു മണിക്കൂർ. അന്ന് എനിക്ക് തന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്, എനിക്ക് എന്തൊക്കെ തന്നിട്ടുള്ളതെന്ന്. ഞാൻ ഒരിക്കലും ഒന്നും കിട്ടിയില്ല എന്ന് പറയും, എപ്പോഴും പറയുന്ന ഒരാളായിരുന്നു. അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് ശരിക്ക് സുജിത് പോകുമ്പോ എനിക്കത് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ എന്തൊരു നെഗറ്റീവ് കാര്യം വരുമ്പോ പെട്ടെന്ന് എനിക്ക് തന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കും. അന്ന് എനിക്ക് ആലോചന ഉണ്ടാകുന്നില്ല. പിന്നെ അവയവങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് പഠിക്കൽ തുടങ്ങി. ഈ കണ്ണുകളിലേക്ക് ഇപ്പൊ ഈ കണ്ണ് അങ്ങനെ ഇപ്പോ ഞാൻ സങ്കടപ്പെട്ടപ്പോഴടക്കം ഒരു വെള്ളം വരുന്നുണ്ട്, ഇത് പമ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതൊക്കെ ഓട്ടോമേഷൻ നടക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് അവയവങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മളെ ഈ കണ്ണിങ്ങനെ ചിമ്മിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം വേണ്ടി ഒരു പമ്പ് ചെയ്യുന്നുണ്ട് കാര്യം. അപ്പൊ അങ്ങനെ പമ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതൊക്കെ ഒരാൾ തരുന്നുണ്ട്, ഇത് ആരാണ്? അതേപോലെ തന്നെ ഈ പല്ല് അല്ലെ, നഖം വളരുന്ന പോലെ പല്ല് വളർന്ന എന്താ അവസ്ഥ? അപ്പൊ ആരാ അത് ലിമിറ്റേഷനിൽ കട്ട് ചെയ്തത്? അതുപോലെ നഖം വളർന്നിട്ടില്ലെങ്കിൽ എന്താ അവസ്ഥ? നഖം പോയി, പിന്നെ നഖം വളരുന്നില്ല, ഓട്ടോമേഷൻ നടക്കുന്നു. അങ്ങനെ ഫുഡ് കഴിക്കുന്നത് ഇപ്പൊ അതൊക്കെ തോട്ടുണ്ടാകുന്നില്ല ഒരുപാട്. നമ്മളിപ്പോ പണ്ട് വെറും മറ്റേ കഞ്ഞിയില്ലാന്നുണ്ടെങ്കിൽ മരിച്ചിരി അങ്ങനത്തെ സാധനങ്ങൾ കഴിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന പല ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ഇവിടെ റൊട്ടേഷൻ മറ്റേ കറക്റ്റായിട്ട് മില്ല് പോലെ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് ഉള്ളിൽ, സൗണ്ട് ഒന്നും കേൾക്കാതെ. എന്നിട്ട് കറക്റ്റ് അത് വേണ്ട കാര്യങ്ങൾ അവിടെ നിർത്തിയിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കുന്നുണ്ട്. പിന്നെ കറക്റ്റ് നമ്മൾ എന്ത് കഴിച്ചാലും അതൊക്കെ അതിന്റെ ഉള്ളിൽ കറക്റ്റ് പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ട് എന്ന് എനിക്ക് ഇതിൽ വന്നപ്പോഴാണ് അറിഞ്ഞത്. ആ നിയന്ത്രിക്കുന്ന ആൾ ആരാണ്? അയാൾ എങ്ങനെ നമ്മൾ കാണേണ്ടത്? ഇതുവരെ അങ്ങനെ കണ്ടിരുന്നത് അതൊക്കെ റോങ് സൈഡ് നിന്ന് വളരെ വൈകിട്ട് അറിഞ്ഞപ്പോ തന്നെ അയാൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെ കുറിച്ച് പഠിക്കൽ തുടങ്ങി.
അപ്പോ സ്പിരിച്വൽ ലെവലിൽ ഒന്നുകൂടെ അടുത്തപ്പോ തന്നെ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിർത്തി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരുന്നു, പക്ഷെ ആൾക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാനത് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്തു. അത് സ്റ്റോപ്പ് ചെയ്തപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കിട്ടാത്തതുണ്ടായിരുന്നു. അതെനിക്ക് ഒഴുകി വരൽ തുടങ്ങി. അപ്പൊ ഞാൻ അയാളെ ഒന്നുകൂടെ അടുത്തു. സത്യം പറഞ്ഞ ആ അടുത്തപ്പോഴാണ് ഇതൊക്കെ കിട്ടിയത് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ ടീമിലേക്ക് വരാനും ഈ കമ്മ്യൂണിറ്റിയിൽ വരാനും ഇതൊക്കെ ഒരു കാരണം ഉണ്ടല്ലോ. അത് അതുകൊണ്ടാവുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ആ ആളാണ് കറക്റ്റ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്നിനും പണ്ട് യുദ്ധം നടന്നുകൊടുക്കുന്നുണ്ട്. പണ്ടത്തെ കേസിന് ഞാൻ ടെൻഷൻ അടിച്ചിട്ട് ആ കാര്യത്തിലല്ല കേട്ടോ, അതായത് അവിടെ നടക്കുന്ന കാര്യത്തിലല്ല, എന്റെ ലൈഫ് ആലോചിച്ച് എനിക്ക് ടെൻഷൻ ഉണ്ടാവും. ഇപ്പൊ നേരെ റിട്ടേൺ ആണ്. അവിടെ ആലോചിക്കുന്നത് ഞാൻ സങ്കടപ്പെടുന്നുണ്ട്. ഇവിടെ എനിക്ക് എന്തും ഇനി വന്നാലും എനിക്ക് വിഷയമല്ല, കാരണം ഇന്നൊന്നും ബാധിക്കൂല എന്ന് എനിക്കറിയാം. നേരെ ഓപ്പോസിറ്റ് ആണ് ആദ്യം ഉണ്ടായിരുന്നു. മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇതുമ്പാടെ എനിക്കല്ല തന്നു എന്ന് തന്നെ പറയാം. അത് ഗ്രാറ്റുവിറ്റ് എഴുതുമ്പോ കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അത് ഞാൻ ഒഴിവാക്കലില്ല. എഴുതലുണ്ട്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ടാപ്പ് ചെയ്യലുണ്ട്. അപ്പൊ അതില് ഭയങ്കര ചേഞ്ചിങ് വരലുണ്ട്. ഓക്കെ. എനർജി ലോ ആയി. ഇല്ല, അത് നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മൾ മുന്നേ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറയുമല്ലോ, അതിലേക്കൊക്കെ ഫോക്കസ് കിട്ടും. സാർ പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങളും നോട്ട് ചെയ്യാൻ തുടങ്ങും. നമുക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സിനെ നോട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു പവർഫുൾ പ്രാക്ടീസ് ആണ്. അതേപോലെ അതെ സാർ സെൽഫ് ലവ് അല്ലെ, സെൽഫ് ലവും ഡെയിലി പ്രാക്ടീസ് ചെയ്യാറുണ്ട് അല്ലേ? അതെ സെൽഫ് സെൽഫ് ലവ് എങ്ങനെ ഫീൽ സെൽഫ് ലവ് എന്ന് പറഞ്ഞാലേ, ഞാൻ എന്നെ ഇഷ്ടമുണ്ടാകുന്നില്ല. ഞാൻ എന്നെ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ കഴിയുള്ളൂ. എനിക്ക് എന്നെ ഇഷ്ടം വേണ്ട. എന്നോടൊരു അല്ലെങ്കിൽ ഒരു 1 CR ചോദിച്ചു, അല്ലെങ്കിൽ ഒരു 50 lakh ചോദിച്ചു, എന്റെ കയ്യിലുള്ള ഞാൻ മറ്റവർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. എന്റെ കയ്യിലില്ല അത്. അപ്പൊ ഞാൻ എന്താ പറയാ, ഞാൻ ഇല്ല എന്ന് പറയും. ഇതേപോലെ തന്നെ എന്റെ അവസ്ഥ ഉണ്ടാകുന്നത്. എനിക്ക് തന്നെ ഇഷ്ടമല്ല. എന്നെ ഇഷ്ടപ്പെടാത്ത കാര്യം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നു, പക്ഷെ അതൊക്കെ ഞാന് മനസ്സിലാക്കി അതിലൊന്നും എനിക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. എനിക്ക് ഇഷ്ടപ്പെടണം. അതുപോലെ അഫർമേഷൻ, അതുപോലെ തന്നെ ഇത് സെൽഫ് ലവ്, അങ്ങനെ മിറർ പ്രാക്ടീസ് നല്ലോണം ചെയ്യാറുണ്ട്. ആദ്യം ചെയ്യുമ്പോൾ ഞാൻ പൊട്ടിച്ചിരിച്ചിരുന്നു, ഇതെന്താ ചെയ്യുന്നത്, പക്ഷെ ഇപ്പൊ എഫക്റ്റീവ് ആണ്. ഇപ്പൊ കണ്ണാടിയിൽ നോക്കുമ്പോ തന്നെ വേറൊരു വൈബ് കിട്ടും. അപ്പൊ ഞാൻ എന്നെ ഇഷ്ടപ്പെടൽ തുടങ്ങി. പിന്നെ അത് ഭയങ്കര ചേഞ്ചിങ് ആണ്. അപ്പൊ ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കല്ലേ, ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ തുടങ്ങിയപ്പോ ഇത് കൊടുക്കാൻ നമ്മളെ മുമ്പിൽ ഒരുപാട് ആൾക്കാരുണ്ട്. മനുഷ്യന്മാരുണ്ട്, നമ്മുടെ കുടുംബക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, അവരൊക്കെ ഉണ്ട്. സോ അത് കൂടുതല് നമ്മളെ കൂടെ നിൽക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുക. അത് വൈഫാവാം, ഉമ്മയാവാം, ഉപ്പയാവാം, കുട്ടികളാവാം, കൂടെ നിൽക്കുന്ന കൊളീഗ്സ് ആവാം, അങ്ങനെ മറ്റേ നാട്ടുകാരാവാം. അതൊക്കെ കൂടുതൽ ആൾക്കാർ പറയും ഭയങ്കര ചേഞ്ചിങ് വന്നിട്ടുണ്ട്, പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്, പിന്നെ നല്ല സ്നേഹമാണല്ലോ എന്ന് പറയും. പക്ഷെ ആ സ്നേഹം എനിക്ക് കിട്ടിയത് സ്നേഹം എനിക്ക് നിറച്ചതുകൊണ്ടാണ്. സ്നേഹം എനിക്ക് ആദ്യം ഉണ്ടായി, എന്റെ മനസ്സിനുള്ളിൽ സ്നേഹമില്ല. അതുകൊണ്ട് തന്നെ എനിക്കാരത് കൊടുന്നിരുന്നത് കാത്തിരിക്കുന്നതിന്. പക്ഷെ അതൊരു മാറ്റം വരുത്തിയപ്പോ തന്നെ ഇത് കൊടുക്കൽ നമ്മൾ അധികരിച്ചു തുടങ്ങി. അത് മനുഷ്യന്മാരെന്നുള്ളൊരു സംഭവമായിട്ടോ. അത് എന്നെ ബന്ധപ്പെട്ടതിന് കൂടുതൽ എല്ലാ മനുഷ്യർക്കും എന്നുള്ളൊരു സംഭവമായി. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൊടുക്കുമ്പോൾ അത് ആരും അറിയാത്ത ആളായാലും അറിയുന്ന ആളായാലും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ സ്മൈല് കൊടുക്കും ഞാൻ നല്ലോ. ഇപ്പൊ ആദ്യം സ്മൈല് കൊടുത്തില്ല. ഇപ്പൊ ഏത് കാണുന്ന ആൾക്കാരായാലും ജസ്റ്റ് സ്മൈൽ കൊടുക്കും. പക്ഷെ അവിടുന്ന് കിട്ടുന്ന റിട്ടേൺ സ്മൈല് ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ പല ഷോപ്പിൽ കയറി ചെല്ലുമ്പോൾ പല പർച്ചേസിന് പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് ചിരിച്ചു കാണാൻ എന്തൊക്കെ സുഖമല്ല ചോദിക്കുമ്പോൾ ഒരു വിചാരിക്കും അവരറിയുന്ന ആരാന്ന് വിചാരിക്കണ്ടാവുക. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കണ്ടാവുക. അപ്പൊ പല ആൾക്കാരും ഇങ്ങോട്ടുള്ള പെരുമാറ്റം ചേഞ്ചിങ് ഉണ്ടാവും. അങ്ങനെ ഒരു മാറ്റം കൂടി ഉണ്ട്. അവര് എവിടെ സ്ഥലം ഞാൻ ചോദിക്കും, എവിടെ വീട് എന്തൊക്കെയാ ചോദിക്കും. അങ്ങനെ ആദ്യം ചോദിച്ചിരുന്നില്ല. അപ്പൊ ഇതിനെ പോലെ അപ്പൊ കുറെ വർക്ക് ചെയ്തിട്ട് എന്തായി, എന്താ, എപ്പോഴാ പോലെ, എപ്പോഴാ എന്തായാലും. അപ്പൊ അതിലോട്ടൊക്കെ ഇറങ്ങും. നമ്മളാ കരുണ കാണിക്കുമ്പോ തന്നെ അവരിങ്ങോട്ടും അതേപോലെ നമ്മൾ ആ ഒരു മറ്റേ എനർജിയിൽ ഇങ്ങോട്ട് പാസ് ചെയ്ത് തരും. നിങ്ങൾ എവിടെയാണ്, എന്താണ്. അപ്പൊ നമ്മൾ അറിയാത്ത പ്രൊഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ആ സാധനങ്ങൾ എടുക്കണ്ട, നിങ്ങൾ ഇത് എടുത്തോളി എന്ന് പറയും.
എന്തോയിക്കോട്ടെ അവർക്ക് തോന്നുന്നു ഞാൻ അവരെ ആരോ തോന്നുന്നു അവൻ എനിക്കും തോന്നണം ആ ഒരു ഇതും അതിലുണ്ട്. സെൽഫ് ലവിന്റെ ഇതിൽ എനിക്ക് തോന്നിയ അതിലൊക്കെ മേ ബി അതിലുണ്ടായ ചേഞ്ചിങ് ആവാൻ തോന്നുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ അതേപോലെ എനർജി ചേഞ്ച് ആവുമ്പോൾ നിങ്ങളുടെ വൈഫ് മദർ അവരുടെ അടുത്ത് നിന്നൊക്കെ എങ്ങനെയായിരുന്നു റെസ്പോൺസ്? അവര് ഇത് നിൽക്കോ ചോദിക്കുന്നോടൊപ്പം പഴയതിലോട്ട് പോയിക്കണം. അവർ ഇതിപ്പോ ഇത്ര മാസമായാലും ഇനി പഴയതിൽ പോകുന്നു കരുതുന്നുണ്ടോ ഇല്ലാരെ. പിന്നെ ക്ഷമ ഞാൻ ഒരുപാട് ചെയ്തിരുന്നത് അതില് വേറൊന്നും ഉണ്ട്. എന്റെ നിങ്ങൾ എല്ലാവരും അറിയാൻ വേണ്ടി പറയാട്ടോ. ഞാൻ ഒരിക്കലും പറയാനും അല്ലെ എന്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ആ തോട്ട് പോകില്ല. എന്റെ മോള് രണ്ട് മോളാണ് എനിക്കുള്ളത്. അപ്പൊ മൂത്ത മോള് ഉണ്ടായത് മുതല് മറ്റേ അവിടെ എന്തെങ്കിലും എനിക്ക് അതായത് ഇവരെ വീട്ടിൽ വന്നാല് ഈ കുട്ടികൾ കരച്ചില് അതേപോലെ തന്നെ എന്തിനു വേണ്ടി വാശി പിടിക്കുക അതൊന്നും എനിക്ക് ഇഷ്ടമല്ല ആദ്യത്തെ ക്യാരക്ടറിൽ കേട്ടോ. അപ്പൊ തന്നെ എനിക്ക് ഇങ്ങനെ ഞാന് പ്രശ്നം സ്റ്റാർട്ടിങ് തുടങ്ങും. അപ്പോ എന്റെ മോള് കരയുമ്പോ ഞാൻ എന്ത് ചെയ്യും, ഒന്നുമില്ല എനിക്കൊരു ബെൽറ്റ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ എനിക്ക് പെട്ടെന്ന് ട്രോമന്റെ ട്രിഗർ ചെയ്യും. ഈ ബെൽറ്റ് എടുത്ത് ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു കൊടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒന്ന് കൊടുക്കും. പക്ഷെ ഈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഞാൻ പൊട്ടിക്കരയുന്ന ദിവസങ്ങളാവും അധികം. കാരണം ഞാൻ ചെയ്ത് കഴിഞ്ഞാല് ഒന്നല്ലേ വീട്ടിലിരുന്ന് കരയും, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി കൊണ്ട് പോകുമ്പോ വേണ്ടിയിരുന്നില്ല തോന്നും, എന്തിനാ ഇപ്പൊ ചെയ്തത് എന്ന് തോന്നും. അതെന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഈ അഡ്വാൻസിലേക്ക് ഞാൻ വന്നു. അപ്പൊ എനിക്ക് ഈ കുട്ടിയോട് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തെറ്റ് പറ്റിയെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇത് ഞാൻ കെട്ടിപ്പിടിച്ച് എന്റെ കുട്ടിയാണ് അതാണ് ഒരുപാട് ഉമ്മ കൊടുക്കും, നന്ന് സീറ്റ്സും കാര്യങ്ങളൊക്കെ ഓടിച്ചെടുക്കും. കുട്ടിക്കാണെങ്കിൽ ഇത് എന്റെ ഈ ബെൽറ്റ് കണ്ട കുട്ടിക്കാരൻ എന്റെ സ്റ്റേജ് മാറിയെന്ന്. അവള് 3 വയസ്സ് 4 വയസ്സായിട്ടുള്ളൂ അപ്പൊ തന്നെ. അപ്പൊ ബെൽറ്റ് സാധാ ബെൽറ്റ് ആട്ടോ. പക്ഷെ ഒന്നേ ഞാൻ ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ ഒന്ന് പേടിപ്പിക്കുകയെ ചെയ്യുള്ളൂ. പക്ഷെ എനിക്കത് ചെയ്യണ റോങ് സൈഡാന്ന് അറിയാം. അങ്ങനെ ഞാന് ഈ ഹീലിംഗ് ഇത് എടുത്തിട്ടൊന്ന് ഹീൽ ചെയ്ത് നോക്കി. അപ്പൊ എന്റെ ചെറുപ്പത്തിൽ എന്റെ ഗ്രാൻഡ് ഫാദർ പച്ച ബെൽറ്റ്, അവര് വന്ന വയസ്സന്മാര് പച്ച ബെൽറ്റ് ഇടുമല്ലോ, ഈ പച്ച ബെൽറ്റ് ഇട്ടിട്ട് എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഇവിടെ 1ാം ക്ലാസ് പഠിക്കുമ്പോ അന്ന് വൈക്കോൽ കുണ്ടൊക്കെ ഉണ്ടാവുമല്ലോ, അന്ന് കൃഷിയുണ്ട്. അപ്പോ അതിന് ഞാൻ തീയിട്ടു. അതിന് ഞാൻ തീയിട്ടപ്പോ വലിയപ്പ ഈ ബെൽറ്റ് എടുത്ത് നല്ല ബോസോസി. അതില് വല്യമ്മ വന്ന് നല്ല ചൂടായി. അതിന് ശേഷം പിന്നെ എന്തൊരു സിറ്റുവേഷൻ ഇത് എടുത്തപ്പോ വല്യമ്മ നല്ല റോങ് സൈഡായി. ഇതിന്റെ ഇതില് വന്ന് ട്രോമയിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ എന്റെ മൈൻഡ് തോട്ടില് തെറ്റ് ചെയ്ത ബെൽറ്റ് എടുത്ത് തല്ലണം, അല്ലെങ്കിൽ ബെൽറ്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. അതാണ് ഈ 2 വട്ടം എന്നെ വല്യപ്പ ചതിച്ചിട്ടുള്ളൂ. 2ാമത്തെ വട്ടം വല്യമ്മ ഭയങ്കര റോങ് സൈഡ് ആയപ്പോ പിന്നെ വല്യപ്പ എടുത്ത് ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ ഈ ചെറുപ്പത്തിൽ ഇതിന്റെ 1ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ 5 വയസ്സായപ്പോ ഇത് വന്ന് സോഫ്റ്റ്വെയർ ആയി വന്ന് കിടക്കുന്നത്. ഇതെനിക്ക് അറിയില്ല ഈ സംഭവമാണെന്ന്. ഇത് ട്രോമ എടുത്ത് ഹീൽ ചെയ്തു. പിന്നെ എനിക്ക് ബെൽറ്റ് കാണുമ്പോ തന്നെ പേടിയാണ്. അത് പേടിയെന്നല്ല, എനിക്കതൊരു അത് സാധാ ഒരു യൂസിങ് ആയി. ഞാൻ വല്യപ്പാട് ചോദിച്ചു, നിങ്ങൾ ഈ ബെൽറ്റ് എടുത്ത് ചെറുപ്പത്തിൽ തച്ചിരുന്നില്ല, വല്യപ്പാക്ക് ഓർമ്മ ഉണ്ടത് തച്ചിരുന്നില്ലേ, നിങ്ങൾ എവിടുന്ന് അത് കണ്ടിട്ടുള്ളൂ ചോദിക്കും. അതില് വല്യപ്പ പറഞ്ഞു, വല്യപ്പാന്റെ അപ്പ കാളപൂട്ടുണ്ടാകുന്ന പരിപാടിയാണ്. കാളപൂട്ടിന് പോകുമ്പോ തോറ്റാല് വല്യപ്പാന്റെ അപ്പ ചെയ്യുന്ന പരിപാടിയാണ്. 3 തലമുറക്കാണ് ആ ട്രോമ തന്നത്. തെറ്റ് ചെയ്താല് അവരന്ന് ഒരു ബെൽറ്റും ഷർട്ട് ഇല്ലാതല്ല പോവന്ന്. അപ്പൊ ഈ അന്ന് കണ്ടത്തിലിട്ട് തല്ലൂതരെ, വല്യപ്പാനെ വരുമ്പോ കണ്ടത്തിലിട്ട് തല്ലും. ജയിച്ചാല് ഭയങ്കര ആവേശമാവും, തോറ്റ് കഴിഞ്ഞാൽ വല്യപ്പ ഓടുത്തരാ. അപ്പൊ ഓടിയ ബാക്കിൽ വന്ന് തല്ലൂത്തരാ. അപ്പൊ വല്യപ്പാക്ക് അന്നേ ക്രൈസാണ്. പിന്നെ ഒരു സുപ്രഭാതം കഴിഞ്ഞപ്പോ എല്ലാവരും വിജയിക്കൽ തുടങ്ങി. അപ്പൊ പിന്നെ അടി നിർത്തി. പക്ഷെ വല്യപ്പാക്കും അത് ഇതേപോലെ പേസ്റ്റ് ആയിട്ടുണ്ട്. അത് അവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്തു. ഒരു പക്ഷെ ഞാന് ഈ EFT ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കേസാണ്. ഞാൻ EFT വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ മക്കൾക്കും പട കൊടുക്കുന്നു ആ ട്രോമ. ഒരു പക്ഷെ പോലും കാണുന്നതല്ലേ. അപ്പൊ ഇത് കട്ടായപ്പോ ഏറ്റവും ഈ EFT ഞാൻ എന്റെ മോളെ തച്ചിട്ടില്ല, പിന്നെ വടി എടുത്തിട്ടില്ല. പിന്നെ ഞാന് പല ഷോപ്പിലും വിസിറ്റ് ചെയ്യാൻ പോകുമ്പോ ചിലപ്പോ അവിടെ സ്റ്റേ ചെയ്യും. ഞാൻ ഗൾഫിൽ നിന്ന് വന്ന എന്റെ മാമന്മാരൊക്കെ ഗൾഫിൽ നിന്ന് വന്നാല് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു 2 ദിവസം കഴിഞ്ഞ് വന്ന് മൊബൈൽ ഭയങ്കര ഹാപ്പിയാവും. ഇപ്പച്ചി വന്നേ പറഞ്ഞ് കൈയൊട്ടലും. കാരണം ഞാൻ 2 ദിവസം പോയിട്ടുണ്ട്, പക്ഷെ അവർക്ക് ഭയങ്കര മിസ്സിങ് ആണ്. പിന്നെ അവര് ഞാൻ ഒന്നുമില്ല, സൈക്കോളജി പ്രകാരം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും,
ഞാൻ ഇന്ന സ്ഥലത്തൊക്കെ പോകണമെന്ന് വിചാരിച്ചിരുന്നു ടൂർ. ഇനിയിപ്പോൾ ഏതായാലും കരച്ചിലല്ലേ, ഇനിയിപ്പോൾ നടക്കില്ല, അപ്പോൾ ഞാൻ പെട്ടെന്ന് കരച്ചിൽ നിർത്തും. അങ്ങനെ ചെറിയ ടിപ്പ് യൂസ് ചെയ്യും. ഇല്ലെങ്കിൽ സാധനം മേടിച്ചാലെന്ന് വിചാരിച്ചിരുന്നു, ഇനിയിപ്പോൾ എന്താ അങ്ങനെ പറയുമ്പോൾ തന്നെ ഇവരെ ഓക്കെ ആവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് കൂടി. പിന്നെ ഞാൻ ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസം ലീവ് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക്, ഇല്ലെങ്കിൽ ഒരു ദിവസം അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തു പോകുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഫീൽ ചെയ്യും, ഞാൻ അവിടെ ഇല്ല, അപ്പൊ ഇജ്ജ് വരുമോ വരുമോ വരുമോ. അപ്പോൾ എനിക്കും ശരിക്കും അത് ടച്ച് ചെയ്യൽ തുടങ്ങി. അങ്ങനെ ഒരു സംഭവം ഭയങ്കര ഉണ്ട് കേട്ടോ. മറ്റേ ഞമ്മക്ക് കിട്ടിയ സംഭവം ശരിക്കും തലമുറക്ക് കൊടുക്കുകയാണല്ലോ. ശരിക്കും എനിക്ക് തോന്നുന്നത് എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഫാദറിന് ഇതേപോലെ കിട്ടിയതാവാം. അവര് നേരെ എന്റെ വല്യപ്പാക്ക് കൊടുത്തു, എന്റെ വല്യപ്പ എനിക്ക് തന്നു. എന്റെ അപ്പാക്ക് കൊടുത്തില്ല, എന്റെ അപ്പ ഗൾഫിൽ പോയാൽ തന്നെ കൊടുത്തില്ല, അത് എനിക്ക് കിട്ടിയിരുന്നു. ഞാൻ നേരെ അത് ശരിക്ക് എന്റെ മക്കൾക്ക് കൊടുക്കണം. അങ്ങനെ ഒരുപാട് ബിലീവ് സിസ്റ്റങ്ങൾ ഒരുപാട് കട്ടായത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതേപോലെ സർ പറഞ്ഞിരുന്നു ഷബ്ന മാം ആണ് മെന്റർ ഉണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു അവരുടെ സപ്പോർട്ട്, ടീമിന്റെ സപ്പോർട്ട് ഒക്കെ എങ്ങനെയായിരുന്നു? ടീമിന്റെ സപ്പോർട്ട് അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഡൗൺ ആയിക്കെ നിൽക്കുമ്പോൾ പെട്ടെന്ന് എനർജി കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. പല സിറ്റുവേഷനിലും വരുമ്പോൾ എനർജിയിൽ വരാൻ വേണ്ടി എനിക്ക് പ്രസന്റ്, അതും കൂടെ പറയട്ടോ, ഞാൻ 2 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പ്രസന്റേഷൻ സ്കില്ല് ഉണ്ടായിരുന്നില്ല. പബ്ലിക് സ്പീക്കിങ്ങിൽ പറയാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് മാറ്റം വന്ന് വീഡിയോ ചെയ്യൽ തുടങ്ങി. വീഡിയോ ചെയ്തതിനു ശേഷം ഞാൻ പബ്ലിക് സ്പീക്കിംഗ് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ കോൺഫറൻസുകൾ കൂട്ടാനുള്ള പരിപാടി എന്തൊക്കെയുണ്ട് അതൊക്കെ ചെയ്യാൻ തുടങ്ങി. ഗൂമിങ്, അതേപോലെ തന്നെ ഫ്രണ്ട് ലെയർ വന്ന് ഇരിക്കല്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ നടുവിലും നോക്കും. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒരു 3-4 വട്ടം ചെയ്യുമ്പോൾ പ്രാക്ടീസ് ആകുമ്പോൾ നോർമലാവും. അതെനിക്ക് പിന്നെ എന്റെ മനസ്സിൽ മനസ്സിലായി. അപ്പൊ ആ ലെവലിൽ ഞാൻ അത് ചെയ്യാൻ തുടങ്ങി. ആദ്യം മൈക്ക് പിടിക്കുമ്പോൾ എനിക്ക് കൈ കുറച്ചിരുന്നു. ഇപ്പൊ 1000, 2000, 5000, 10,000 പേരെ ഞാൻ അവരുടെ മുമ്പിൽ സൂപ്പറായിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. അതിന് അവരെന്ത് വിചാരിച്ചാലും വേണ്ടില്ല. നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം ആദ്യം എന്തായിരുന്നത്, മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നതെന്നു. അത് ഞാൻ ആദ്യം കട്ട് ചെയ്തു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. അത് പറ്റാത്ത ആൾക്കാർ ചിലപ്പോൾ പ്രതികരിക്കും, അപ്പൊ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ അടിപൊളിയായിട്ടോ എന്ന് പറയുമ്പോൾ അതിനും അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ അതിനും പിന്നാലെ പോകണം. ആ ഒരു തോട്ട് മാറിയപ്പോൾ തന്നെ എൻ്റെ ബിസിനസ്സിൽ മാറ്റം വന്നു. മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ ആദ്യം വളരെ കുറച്ച് സംസാരിച്ച് ഞാൻ മാറി നിന്നിരുന്നു. കാരണം എനിക്ക് പബ്ലിക് സ്പീക്കിങ് പേടിയായിരുന്നു. അത് ഹീലിംഗ് ജേണിയിലേക്ക് വന്നപ്പോൾ പക്ക പോയി. അതെനിക്ക് എൻ്റെ ചെറുപ്പത്തില് അതിന്റെ റൂട്ട് കോഴ്സ് നോക്കിയപ്പോ ചെറുപ്പത്തില് ഏതൊരു സ്റ്റേജ് പ്രോഗ്രാമിൽ ആരെന്നെ കളിയാക്കിയതാ. എന്നെ കളിയാക്കിയത് മുതൽ പിന്നെ എനിക്ക് സ്റ്റേജ് കാണുമ്പോൾ പേടിയാണ്. അത് ആദ്യം 2 കൊല്ലം മുമ്പ് ഞാൻ അത് മാറ്റിയെടുത്തു. 2 കൊല്ലം മുമ്പ് എന്റെ ചേഞ്ചിങ്ങിനെ മാറ്റിയെടുത്തിരുന്നു. പക്ഷെ റൂട്ട് കോസ്റ്റ് കിട്ടി. റൂട്ട് കോസ്റ്റ് കിട്ടിയപ്പോൾ കറക്റ്റ് എനിക്ക് മനസ്സിലായി ഇത് എവിടെ വെച്ചിട്ടാണ് എനിക്ക് കിട്ടിയതെന്ന്. അപ്പൊ പിന്നെ അത് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതിൽ എനിക്ക് ഒരുപാട് ബിസിനസ്സിന് മാറ്റം വന്നിട്ടുണ്ട്. പല ഓപ്പർച്യൂണിറ്റി നമുക്ക് പബ്ലിക് സ്പീക്കിംഗ് കാരണം നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ മറ്റേ അതെനിക്ക് തിരിച്ചിട്ടിയപ്പോ തന്നെ എനിക്ക് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാൻ പറ്റി. മോട്ടിവേഷൻ സ്പീക്കിംഗ് കൊടുക്കും, സ്റ്റാഫ് വിളിച്ച് കൗൺസിലിംഗ് കൊടുക്കും. പിന്നെ അതിന് ശേഷം എവിടെയെങ്കിലും മൈക്ക് കിട്ടിയാൽ പറയാനുള്ളത് പറയും. പേടിയില്ലാത്ത രൂപത്തില് പല കമ്മ്യൂണിറ്റികളിലും സംസാരിക്കേണ്ട ലെവലുണ്ടാവും. അപ്പൊ അവിടെ ഞാൻ ശരിക്കും സ്കിപ്പ് ആവുമായിരുന്നു. പക്ഷെ അത് എനിക്ക് കറക്റ്റായിട്ട് സംസാരിക്കാൻ കിട്ടി. അതിപ്പോ എനിക്കിപ്പോ എന്തെങ്കിലും ഇപ്പോ മീറ്റിങ്ങുകളോ കാര്യങ്ങളോ പോകുമ്പോ സാധാ പോണ പോലെ മൈക്ക് കിട്ടിയ സാധാ പറയുന്ന പോലെ സ്റ്റേജിലേക്ക് മാറി. അൽഹംദുലില്ലാ അത് ഭയങ്കര ചേഞ്ചിങ് ആയിട്ടുണ്ട്. വാട്ട് ക്യാൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ്? താങ്ക് യു. വളരെ ചേഞ്ചസ് ഉണ്ട്. അപ്പോ ഇപ്പോ സാറിന് ആരോടാണ് ഇപ്പൊ നന്ദി പറയാൻ ഫീൽ ചെയ്യുന്നത്? ഇപ്പൊ ഈ ഒരു EFT കോഴ്സ് ഒക്കെ ചെയ്ത് ഈ ടീമിൽ ജോയിൻ ആയി, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയി, ഇപ്പൊ ആരോടാണ് മെയിൻ ആയിട്ട് താങ്ക്സ് പറയാനുള്ളത്? ഞങ്ങളെപ്പോഴും പ്രതീക്ഷ ഉള്ള മനുഷ്യന്മാരാണ്. പ്രതീക്ഷകൾക്ക് അങ്ങനെ ഉള്ള മനുഷ്യന്മാരാ. അപ്പോ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട് നമ്മളെ. അയാളാണ് നമ്മളെല്ലാം. ആരൊക്കെ ഒഴിവാക്കിയാലും അയാൾ നമ്മളെ ഒഴിവാക്കൂല. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോ പ്രശ്നങ്ങൾ താങ്ങാനുള്ള കപ്പാസിറ്റി തരും. നമുക്ക് കപ്പാസിറ്റി എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ തീരുള്ളൂ. ആ ആൾക്കാണ് ആദ്യം നന്ദിയുള്ളത്. പിന്നെ എൻ്റെ ഉപ്പ ഉമ്മ അതിൽ ജനിക്കാൻ കാരണക്കാരനായ ഇതും, പിന്നെ അതേപോലെ തന്നെ EFT കോഴ്സ്, ഓരോ ഗുരുക്കന്മാരും ഉണ്ട്. എല്ലാ ഗുരുക്കന്മാരും എനിക്ക് എല്ലാവരോടും നന്ദിയാണ്. പ്രത്യേകിച്ച് EFTയില് ഷാഫി സാറ്, ടീം, എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ ഉള്ളത്. ആരോടും എനിക്ക് കിട്ടിയ ഗുരുക്കന്മാരെല്ലാം എനിക്ക് ആര് തന്നതും എല്ലാം ഇപ്പൊ ഗ്രാൻഡ് മദർ അടക്കം തന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണെന്ന് ഇപ്പൊ ഉണ്ട് എനിക്ക് ശരിക്കും അറിയാം. അപ്പൊ എല്ലാവരോടും നന്ദിയുള്ളത്.
പ്രത്യേകിച്ച് ടീമിലെ മെൻറ്ററായ മറ്റേ നിഷാബിന മാഡം അതുപോലെ തന്നെ ഹാജറ മാഡം ഒക്കെ ഭയങ്കര സപ്പോർട്ടിങ് തന്നിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ. അതേപോലെ ഇപ്പൊ നമ്മൾ ഈ മോർണിംഗ് സെഷനിൽ ജോയിൻ ചെയ്തതിൽ തന്നെ ഒരുപാട് പേര് കുറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. സോ അവരോട് സാറിന് എന്താ പറയാനുള്ളത്? പ്രശ്നങ്ങൾ ഇപ്പോൾ എനിക്കും പഴയ പോലെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഞാൻ പ്രശ്നങ്ങളായി ഏറ്റെടുക്കണില്ല എന്നുള്ള സംഭവമാണ് ആദ്യം ഉള്ളത്. ഒരുപക്ഷെ പഴയതിനേക്കാളും പ്രശ്നങ്ങളും ഉണ്ട്, പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. അതാണ് മെയിൻ ഉള്ളത്. അതേപോലെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് ഇപ്പൊ ചിലപ്പോൾ ചില ആൾക്കാർ ഇയാൾക്ക് മാത്രമേ ഇത് കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടാവും. ഇത് എല്ലാവർക്കും കിട്ടും. നമ്മൾ ഏറ്റെടുക്കുന്ന പോലെയാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞങ്ങൾ വൺഡേ വന്ന് മീറ്റപ്പിന് വന്ന് എന്റെ ഫ്രണ്ടും ഞാനും പാടെ വന്നിരുന്നത്. എനിക്ക് അന്ന് കിട്ടിയത് വേറെയാണ്, എന്റെ ഫ്രണ്ടിന് കിട്ടിയത് വേറെയാണ്. അപ്പോഴും പഴയ പ്രശ്നങ്ങൾ പറഞ്ഞ് നടക്കുന്നുണ്ട്, പക്ഷെ ഞാന് പഴയ അന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പൊ പറയാറില്ല. അപ്പൊ നമ്മൾ ഏറ്റെടുക്കുന്ന നമ്മൾ ചെയ്യുന്ന പോലെയാണ് ഇതുള്ളത്. ഇത് സത്യമായ കാര്യമാണ്. നമ്മുടെ ലൈഫിൽ ഒരിക്കലും മാറ്റം വരില്ല എന്ന് വിചാരിക്കരുത്. മാറ്റം വരും. മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കേസ് നമ്മളായിട്ട് ആദ്യം മാറണം. അപ്പൊ മാഡം പറഞ്ഞു ഞാൻ എപ്പോഴും ചെയ്തിരുന്നു. ഞാൻ എന്റെ ലൈഫിൽ ശരിക്കും ഒരു രാവിലെ ഇപ്പൊ എന്തായാലും മോർണിംഗ് റൊട്ടീൻസിൽ മറ്റേ വാഷ് ചെയ്യാതെ അല്ലെങ്കിൽ മറ്റേ കുളിക്കാതെ പുറത്തിറങ്ങൂല. അതേ റൊട്ടീൻസിലേക്ക് ഞാൻ ഈ FT ടൂർ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതിൽ പറയാനുള്ളത്, ഇത് പഠിച്ചു ഇഷ്ടോ അല്ലാന്നുണ്ടെങ്കിൽ അഡ്വാൻസ് എടുത്തു ഇഷ്ടം ഒന്നും രക്ഷപ്പെടൂല. ഇത് ചെയ്യണം എന്തായാലും. ഇത് ചെയ്താൽ തന്നെ രക്ഷയുള്ളൂ. ഒരു പക്ഷേ 2 ദിവസം നമ്മൾ കുളിച്ചില്ല, നമുക്ക് തീർന്ന ഫീലിംഗ് എന്താണ്? അതേ ഫീലിംഗ് ആണ് ഇപ്പൊ എനിക്കുള്ളത്. ആ 2 ദിവസം കുളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഫീൽ ചെയ്യോ, അതൊക്കെ എനിക്കിപ്പോ ഫീൽ ചെയ്യലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ലെവലിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ ആക്കിക്കൊണ്ടിരാനേ കഴിയുള്ളൂ. ഞാൻ ഓൾറെഡി ഇത് വേണമെന്ന് വിചാരിച്ചിട്ട് ഇതാണ് വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്നെ പോലെ റിസൾട്ട് ഉണ്ടാവും എനിക്കറിയില്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് വേണമെന്ന ലെവൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ടൂളിനൊരു പവർ ഉണ്ട്. അതെല്ലാവർക്കും ഒരേ റിസൾട്ടാണ്. അത് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ടൂളിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. അപ്പൊ ഇതില് ഈ ടൂള് പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാർക്ക് പറയില്ല. ആ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയാ അതിൽ കിടക്കുന്ന എനിക്ക് മാറ്റമുണ്ട് കേട്ടോ. അതിൽ 8 കൊല്ലം കിട്ടാത്ത മറ്റേ ലൈഫ് ജേണി ഇപ്പൊ എനിക്ക് കിട്ടുന്നില്ല. ഞാൻ നെഗറ്റീവായിട്ടാണ് എന്റെ വൈഫിനെ കണ്ടിരുന്നത്. പക്ഷെ ഞാൻ പോസിറ്റീവ് സൈഡ് കണ്ടിരുന്നില്ല. അത് എന്റെ ഫാൾട്ടാണ്. ആ പോസിറ്റീവ് ഞാൻ കണ്ടത് മുതൽ എന്റെ വൈഫ് ഓക്കെ എന്ന് ഞാൻ തന്നപ്പോ എന്റെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. അവൾ അന്നും ഇങ്ങനെയാണ്, ഇന്നും ഇങ്ങനെയാണ്. അപ്പൊ ആര് പ്രശ്നമാണ്? അങ്ങനെ ഓരോരുത്തരുടെ ലൈഫിലും ഉണ്ടാവും. അപ്പോ ഈ FTക്ക് വന്ന് കഴിഞ്ഞു മറ്റേ വന്നാല് എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ട്. അത് നിങ്ങൾ എടുക്കുന്ന പോലെയാണ്. ഈ 30th നെക്സ്റ്റ് ബാച്ച് തുടങ്ങാണ്. സോ പലരും ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ്, ഇത് എടുക്കണോ വേണ്ടേ, റിസൾട്ട് കിട്ടോ ഇല്ലേ എന്നൊക്കെ സംശയിച്ച് നിൽക്കുന്നവർ പലരും ഉണ്ടാകും. സോ അവരോട് സാറിന് എന്താ പറയാനുള്ളത്? ഒരു 2 മിനിറ്റ് കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം. അതിന് ഏറ്റവും വലിയ രസം. ഒരു 2 മിനിറ്റ് കൊണ്ട് ഒരു പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് കഴിയുമോ? നമ്മളെ ഇമോഷനുകളാണ് നമ്മളെ ഈ സിറ്റുവേഷനിൽ എത്തിക്കണത്. നമ്മളെ തോട്ടുകളാണ് നമ്മളെ ഡൗൺ ആക്കണത്, ഹൈ ആക്കണത്. നമ്മളെ പ്രോഗ്രാം ചെയ്ത മൈൻഡ് സെറ്റിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മുടെ ലൈഫ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം പഴയതടക്കം പറയാൻ കാരണം, പഴയതിലെ മനുഷ്യൻ തന്നെ ഞാൻ ഇപ്പോഴും. പക്ഷെ എന്റെ പ്രോഗ്രാം ചേഞ്ച് ചെയ്തു. എന്റെ പ്രോഗ്രാം ചേഞ്ച് ചെയ്തപ്പോ എന്റെ ലൈഫ് മൊത്തം മാറി. മണി ബ്ലോക്ക്, മണിനെ കണ്ടി, അതായത് പണത്തിനെ കണ്ടിരുന്ന ലെവലൊക്കെ വേറെ ലെവലായിരുന്നു. ഇന്നെനിക്ക് മറ്റേ പല ഏരിയയിൽ നിന്നും പണം വരുന്നുണ്ട്. അത് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പണ്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന മണിയായിരുന്നു. പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്യാതെ ഇപ്പൊ എനിക്ക് ഫണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു വിഷൻ ബോർഡ് എഴുതിയിരുന്നു, അത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന തോട്ട് പോലെയാണ് ഇതൊക്കെ ഉള്ളത് നമ്മുടെ ലൈഫിൽ വരുന്നത്. എന്റെ വൈഫ് പോരാന്ന് എനിക്ക് എന്ന് തോന്നണോ അന്ന് എനിക്ക് മുതൽ വൈഫ് പോരാ തന്നെ വരിക. എന്റെ ഉമ്മ പോരാ, ഉപ്പ പോരാ, മക്കൾ പോരാ തോന്നുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതേ റിസൾട്ട് നമുക്ക് കിട്ടുക. എന്റെ ഉമ്മ ഓക്കെയാണ്, എന്റെ വൈഫ് ഓക്കെയാണ് എന്ന് പറയുമ്പോൾ ഓക്കെ ആയ കാര്യങ്ങൾ മാത്രം നമ്മുടെ ലൈഫിലോട്ട് ഇങ്ങനെ വരും. ഇത് ഞാൻ അനുഭവിച്ചറിയുന്ന കേട്ടോ. ഞാൻ ഇതിൽ ചെയ്യാത്ത ആൾക്കാർക്ക് ഇത് എന്താ അറിയില്ല. ഞാൻ എന്റെ ലൈഫിൽ പറയണം. ചില ആൾക്കാർക്ക് ഇപ്പൊ പല ഇറ്റ്സ് മീ റിയൽമിയിൽ എനിക്ക് ഇറ്റ്സ് മീ റിയൽമി ചില ആൾക്കാർ പറയുന്നത് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. ആ പ്രോഗ്രാം എന്താ ഞാൻ കട്ടാക്കാറില്ല. അത് പല ആൾക്കാരുടെ ലൈഫിലും പലതും പറയുമ്പോൾ മനുഷ്യന്മാർക്ക് കിട്ടുന്നത് പല ലെവലിൽ. അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിന് 80 പേരുണ്ട്. 80 ആൾക്കും 80 റിസൾട്ടാണ് കിട്ടുന്നത്. ഒരേപോലത്തെ റിസൾട്ട് അല്ല, ഒരേപോലത്തെ പ്രശ്നങ്ങളല്ല മനുഷ്യന്മാർക്കുള്ളത്. ഇപ്പൊ ഞാൻ പറയുന്ന ഈ സോക്സിനൊക്കെ പ്രശ്നം ആർക്കും ഉണ്ടാവില്ല. അത് എന്റെ ലൈഫിൽ വന്ന എനിക്ക് കാര്യമാണ്, എനിക്കുണ്ടായ സംഭവങ്ങളാണ്. നിങ്ങൾക്ക് വേറെ രൂപത്തിലാണ് ഉണ്ടാവുക. അപ്പൊ ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട്. എന്തായാലും കോഴ്സ് എടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് മുടക്കാതെ ചെയ്യുക.
പിന്നെ മറ്റേ ഇമോഷനുകളിൽ നിന്ന് ചേഞ്ച് ചെയ്യണമെന്ന് EFT അല്ല വേറെ ടൂള്. ഞാൻ ഒരുപാട് ടൂളും അതുപോലെ തന്നെ ഈ മൈൻഡ് സംബന്ധമായിട്ട് മൈൻഡ് പവർ, പിന്നെ ഹോബ്നോബ്നോ, പിന്നെ മെഡിറ്റേഷന്, അഫർമേഷന്, ഇതൊക്കെ ഞാൻ ബേസിക് ലെവലിൽ ആദ്യം തന്നെ നോക്കിയിരുന്നു. പക്ഷെ EFT ചെയ്തതിന് ശേഷമാണ് എനിക്കിത് കറക്റ്റ് എൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയത്. അതെന്റെ ഹീൽ ചെയ്തിട്ട് എൻ്റെ ട്രോമ ഒഴിവാക്കിയപ്പോൾ ഇതൊക്കെ എനിക്ക് കറക്റ്റായിട്ട് മിറർ പ്രാക്ടീസ് ഒക്കെ ആദ്യം ചെയ്യുമ്പോൾ ഞാൻ പൊട്ടിച്ചിരിച്ചിരുന്നു. എന്തിത്താ ഈ പറയുന്നത്, നിന്നെ എനിക്ക് ഇഷ്ടമാണ്, ഇപ്പൊ എന്താ എന്നെ ഇഷ്ടമാണ് പറയാന്, അത് ചിന്തിച്ചിരുന്ന ആളായിരുന്നു. ഇപ്പൊ പറയുമ്പോ നിനക്ക് ഇഷ്ടമാണ്, ഐ ലവ് യു ഷ്യാം എന്ന് പറയുമ്പോ എനിക്ക് കിട്ടുന്നൊരു സുഖമുണ്ട്. അത് ചെയ്താലേ കിട്ടുള്ളൂ. അനുഭവിച്ചറിയണം അല്ലേ? യെസ്, അതെ അതെ. ഇനി ആർക്കെങ്കിലും ഷിഹാബ് സാറിനോട് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടോ? നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാം. എനി ക്വസ്റ്റ്യൻസ്? അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. എനിവൺ? സാറിന്റെ ബിസിനസ് എന്താണ്? ഞാൻ മൊബൈൽ ഷോപ്പാണ്, മൊബൈലാണ്. ഓക്കെ ഓക്കെ. പിന്നെ ഇതോടെ പറയാം, എന്റെ ഈ മുടി കണ്ട് ഈ സൈഡ് കണ്ടും പോയിരുന്നു. അപ്പോ EFT വരുന്നതിന് മുമ്പ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഡെത്ത് സംഭവിക്കും, പിന്നെ ഇനി മുടി ഉണ്ടാവൂല, പിന്നെ പലർക്കും പറയുന്നില്ല, അത് ഓപ്പണായിട്ട് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് നെഗറ്റീവ് തോട്ട് എന്തായിരുന്നു അറിയോ, ഇതിൽ പിന്നെ ആകെ പോകുന്നത്. പക്ഷെ EFT ഒന്ന് ഹീൽ ചെയ്താൽ മതി. എന്നെ ഇഷ്ടപ്പെടണം എന്ന് തുടങ്ങി ആദ്യം ചെയ്തത് ഞാൻ അതായിരുന്നു. അപ്പോ എനിക്ക് ഭയങ്കര റിസൾട്ട്. അപ്പൊ ഞങ്ങളിപ്പോ ചെയ്തതിൽ തന്നെ ഇപ്പൊ 2 പേരാ ഞങ്ങൾ ചെയ്തത്, ഒരുമിച്ച് ചെയ്തായിരുന്നു. അപ്പൊ ഡോക്ടറിനെ പറഞ്ഞു ഭയങ്കര റിസൾട്ട് ആണല്ലോ, ഭയങ്കര. അപ്പൊ നമ്മൾ ഈ പോസിറ്റീവ് സംഭവം കൊടുത്തു കഴിഞ്ഞാലേ ഇത് എവിടുന്നൊക്കെ എന്തൊക്കെ വരുന്നതെന്ന് അറിയില്ല. അങ്ങനെ എഴുതുന്നുണ്ട് കേട്ടോ. അപ്പൊ പല ആൾക്കാർ ഇപ്പൊ കാണുമ്പോൾ ആകെ മാറിയിട്ടുണ്ടല്ലോ, എന്തോ മാറ്റം വന്ന്, ഒന്നുമില്ല, അല്ലല്ലേ, എന്തോ മാറ്റം വന്നിട്ടുണ്ടേ. അപ്പൊ അവര് പറയുമ്പോ അവര് ഫേസിൽ കാണുന്ന നമ്മുടെ ഒരു ഹാപ്പിനെസ് ഉണ്ടാകും, പിന്നെ ഫേസ് ചേഞ്ചിങ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുമ്പോൾ നമ്മള് മടിക്കണ കാര്യങ്ങൾ നമ്മൾ നല്ലതാരും ചെയ്താലും നമ്മളെ കടക്കുന്ന ട്രോമാസ് ആണ്. ഈ ട്രോമ ഒഴിവാക്കി കഴിഞ്ഞാല് പിന്നെ ഒക്കെ ബെറ്റർ ഉള്ളത്. അത് ഒരിക്കലും ഫുള്ളായിട്ട് ഒഴിവാക്കില്ല, ഇത് ചെയ്തോണ്ട് ഇപ്പം ഇന്ന് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്നലെ വന്നതുണ്ടാവും, അത് ഹീൽ ചെയ്ത് കളയണ്ടായിരുന്നു. ചിലപ്പോൾ അടിയിൽ പോയി കിടക്കണം, വീണ്ടും കിടക്കുന്നുണ്ടാവും. അത് ചെയ്താൽ തന്നെ ഒഴിവാവുള്ളൂ. ഒരിക്കലും ഇത് ഈ ടൂൾ എടുത്തു അല്ലെങ്കിൽ EFT ഞാൻ പഠിച്ചു എൻ്റെ ഒക്കെ ഓക്കെ ആയി എന്ന് പറഞ്ഞു നിന്നാൽ ഒരിക്കലും ഇത് മുന്നോട്ട് പോകില്ല. ഈ ടൂൾ ചെയ്തുകൊണ്ട് നിൽക്കണം. ഇത് ചെയ്തോണ്ട് നിൽക്കും തോറും നമുക്ക് റിസൾട്ടുകൾ പല ലെവലിൽ വരും. അതിന് സ്പിരിച്വൽ ലെവൽ പറയുകയാണെങ്കിൽ ഭയങ്കര ചേഞ്ചിങ് ആണ്. സ്പിരിച്വൽ ലെവൽ പറയുകയാണെങ്കിൽ അതുമ്പോൾ കണക്ട് ചെയ്യാൻ ഒരിക്കൽ പോലും 5 വക്ത നിസ്കാരോ കാര്യങ്ങളൊന്നും ഭയങ്കര ബാഡായി ചെയ്തിരുന്ന ആളായിരുന്നു. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 1.5 കൊല്ലത്തിനടുത്തായി. ഇപ്പോൾ ഇതിൽ ചെയ്ത ഒന്നുകൂടെ ടൈറ്റ് കറക്റ്റായിട്ട് ആ ടൈമിൽ ഞാൻ ചെയ്യും. അതിന്റെ ഓട്ടോമേഷൻ നടന്നു. അതെനിക്ക് ഇതിൽ വന്നത് പോലെ എനിക്ക് ഭയങ്കര ചേഞ്ചിങ് വന്നു. പിന്നെ എണീക്കുന്ന ടൈമിന് ഒരു 5:30, 4:45 ടൈമിൽ എണീക്കൽ തുടങ്ങി. അതിലൊക്കെ ഭയങ്കര ചേഞ്ചിങ് ഉണ്ട്. നമ്മള് സക്സസ് സ്റ്റോറി പറയാന്നുണ്ടെങ്കിൽ തന്നെ മറ്റേ പല ആൾക്കാരും പറയും രാവിലെ എണീറ്റാൽ ഭയങ്കര ബെനിഫിറ്റ് ആണെന്ന്. അത് സത്യമുള്ള കാര്യമാണ്, 100% സത്യമുള്ള കാര്യമാണ്. അത് ഞാൻ ലൈഫിൽ അനുഭവിച്ചതാണ്. എൻ്റെ ബിസിനസ്സിൽ മാറ്റം ഉണ്ടായി, പിന്നെ പേഴ്സണൽ ലൈഫിൽ മാറ്റം ഉണ്ടായി, റിലേഷൻഷിപ്പിൽ മാറ്റം ഉണ്ടായി, പിന്നെ അതുപോലെ തന്നെ നോളജിൽ ചേഞ്ചിങ് ആയി. അതൊക്കെ ഭയങ്കര മാറ്റമാണ്. ജസ്റ്റ് ഒരു രാവിലെ എണീക്കണ ഇത്ര ചേഞ്ചിങ് വിചാരിക്കും, അത് ഭയങ്കര മാറ്റമാണ്. പക്ഷെ ഞാൻ നല്ല റിസ്ക് എടുത്തിട്ടുണ്ട്, അതും പറയാം. എൻ്റെ ഈ റൊട്ടീൻസ് മാറ്റാൻ വേണ്ടി ഞാൻ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. കാരണം എണീക്കാൻ അയക്കൂല ആള്, ഉള്ളിലുള്ള ആളുണ്ടല്ലോ, കടന്നോ എന്ന് പറയും. ഫാക്ട് ചെയ്ത് കാണാൻ എണീക്കണം. എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ അത് അതുപോലെ ഷുഗർ കട്ടിന്റെ കേസും ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ നിർത്താം. ഷുഗർ ഞാൻ നല്ല ഇഷ്ടപ്പെടുന്ന ആളാണ്. അങ്ങനെ ഫുഡ് കഴിഞ്ഞാൽ എനിക്ക് ലഡു അല്ലെങ്കിൽ മിഠായി എന്തെങ്കിലും വേണം. എവിടുന്ന് എന്തായാലും ഞാൻ കഴിച്ചുകൊണ്ട് വെക്കും. ഇത് കഴിച്ചു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് എനിക്ക് ഉറക്കം വരും. പക്ഷെ എനിക്ക് എന്താ അറിയില്ല, അപ്പോൾ ഫുഡ് ഒരു ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു ടൈം കടക്കുന്ന ഒരു സിറ്റുവേഷൻ ആകും. പിന്നെ എപ്പോഴും ഒരു ഉറങ്ങി തൂങ്ങിങ്ങാണ്ട് ഒരു സംഭവമാകും. ഞാൻ ഷുഗർ കട്ട് ചെയ്തു, ഷുഗർ പക്കായിട്ട് നിർത്തി. നാച്ചുറൽ ഷുഗർ മാത്രം അടിക്കും, വിത്തൗട്ട് കോഫി, വിത്തൗട്ട് ടീ, എല്ലാം വിത്തൗട്ട് ആക്കി. ഇതിൽ ഭയങ്കര മാറ്റം ഉണ്ടായി എൻ്റെ ലൈഫിൽ.
അതിൽ എൻ്റെ ക്ഷീണം അതേപോലെ ക്ഷീണം പോയി. പിന്നെ അതേപോലെ തന്നെ മേഡം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടില്ല, എൻ്റെ ആസ്മ ഉണ്ടായിരുന്നു എനിക്ക്. അത് ഇതിലും ഇമ്പോർട്ടൻ്റ് ആണ്, അത് പറഞ്ഞിട്ടില്ല. എനിക്ക് മറ്റേ ഡിസംബർ മാസം തണുപ്പ് വന്നാൽ എനിക്ക് ആസ്മ വരും. അപ്പോൾ ആദ്യം ഞാൻ മറ്റേ ഫുള്ള് എ സിയിലാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ വീട്ടിൽ എ സി ആയി, കാറിൽ എ സി എല്ലാം ആകുമ്പോൾ ഓക്കെയാണ്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് ഡിസംബർ മാസം വന്നാൽ ശ്വാസം കിട്ടൂല. അങ്ങനെ ശ്വാസം കിട്ടാത്ത സിറ്റുവേഷൻ ആകുമ്പോൾ ഞാൻ എപ്പോഴും മോണ്ടക്കൽസിയർ ഒരു ടാബ്ലറ്റ് എൻ്റെ കയ്യിൽ വെക്കും, ഇതിങ്ങനെ അടിക്കും. അങ്ങനെ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ലാസ്റ്റ് പറഞ്ഞു ഇത് സ്ട്രൈ ചെയ്യുമല്ലോ, അത് കയ്യിൽ വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതിലേക്ക് വന്നതിന് ശേഷം പിന്നെ ഞാൻ ഹീലിംഗ് തുടങ്ങി. ഹീലിംഗ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഡിസംബറിലൊക്കെ ഞാൻ ഭയങ്കര, അതായത് മറ്റേ ശ്വാസം കിട്ടാത്ത സിറ്റുവേഷൻ, ഉറക്കം കിട്ടാത്ത സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അത് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അതൊരു മെയിൻ കാര്യമാണ്. മറ്റേ ആസ്മയുടെ കേസിൽ ആസ്മന്ന് എനിക്ക് ഡോക്ടർ ലാസ്റ്റ് പറയണത് നിങ്ങൾക്ക് ആസ്മ എന്ന് പറഞ്ഞു. ആ സംഭവം എവിടെ പോയി തന്നെ അറിയില്ല. അത് ഹീലിംഗിൽ നിന്ന് കിട്ടിയ പവറാണ്. അതെനിക്ക് പിന്നെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഡിസംബറിലൊക്കെ ആണെങ്കിൽ ഞാൻ ഭയങ്കര ഇഷ്യൂ നേരിടുന്ന മാസമാണ്. പക്ഷെ ഈ ഡിസംബറിൽ അത് ആലോചിച്ചിട്ട് തന്നെയല്ല, എന്റെ ആലോചനയിലേ വന്നിട്ടില്ല. ഇപ്പൊ അത് അടക്കം ലാസ്റ്റ് പോയി പറയാൻ കാരണം ഇപ്പൊ ഓർമ്മ വന്നാണ്. മറ്റിതാണ് ഹൈലൈറ്റ് ചെയ്തിരുന്നത്. തണുപ്പ് വന്നു, ഡിസംബർ വന്നു, അയ്യോ ഇനിയിപ്പോ വരൽ തുടങ്ങുമല്ലോ. അതേപോലെ ആവും. 10 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും, അന്ന് ഉറങ്ങാൻ കഴിയില്ല. പിന്നെ ഞാൻ കിടക്കുക ഒരു 3 മണി 4 മണിക്കാണ് കിടക്കുക, ശ്വാസം കിട്ടാത്ത അവസ്ഥ ആവും. ടാബ്ലറ്റ് കഴിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ സമാധാനം ഉണ്ടാവും. ടാബ്ലറ്റ് എപ്പോഴും പേഴ്സിൽ വെക്കലായിരുന്നു. ഇപ്പൊ ആ സംഭവമേ ഇല്ല. താങ്ക് യു. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പൊ സാറിന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞ് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ കൊടുത്തതിലും സാറിന്റെ ടൈം ഈ ഒരു സെഷന് വേണ്ടിയിട്ട് തന്നതിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു മോർ സക്സസ് ഇൻ യുവർ ലൈഫ്. ഇനി ഒരുപാട് മാറ്റങ്ങളും സക്സസ്ഫുള്ളും ആകട്ടെ സാറ്. സോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് രതി എന്നാണ്. തൃശ്ശൂർ വടക്കാഞ്ചേരി നിന്നാണ് കണക്ട് ആയിരിക്കുന്നത്. സാറിന്റെ എക്സ്പീരിയൻസ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി. വളരെ നിഷ്കളങ്കമായിട്ടാണ് സാർ സംസാരിക്കുന്നത്. സാറ് ചെയ്ത പ്രാക്ടീസ് അത്ര ഹൈ ആണ്. അതുപോലെ ഞാനും ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ എക്സൈറ്റ്മെന്റ് ആണ്. എനിക്ക് സാർ പറഞ്ഞ പോലെ ഈ പാർക്കിംഗ് ഏരിയയിലൊക്കെ സ്ഥലം കിട്ടുന്ന കാര്യമൊക്കെ ഞാൻ അപ്പൊ തന്നെ മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നു ഇതിലേക്ക്. കാരണം എനിക്ക് അങ്ങനെ എന്നിലേക്ക് അത് അങ്ങനെ ഇതുപോലെ വരുന്നുണ്ടായിരുന്നു. അതുപോലെ എന്റെ മീ ടൈം എന്ന് പറയുന്നത് 4 മണി മുതലാ. അപ്പൊ നേരത്തെ എണീക്കാനൊക്കെ ഒരു മടി ഉണ്ടായിരുന്നതാണ്. പക്ഷെ നമുക്കത് ചെയ്യണമെന്നുള്ള ആ ഒരു ഇതില് ഭയങ്കര ഒരു സന്തോഷമാണ്. അതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ്. ഒരുപാട് മാറ്റങ്ങൾ സാറിന് സംഭവിച്ചതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ മാറാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു കമ്മിറ്റ്മെന്റോട് കൂടി തന്നെ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ തന്നെയാണ്, വർക്കൗട്ട് ചെയ്താൽ തന്നെയാണ് നമുക്ക് ഇതിന്ന് ചേഞ്ച് ആവാൻ പറ്റുള്ളൂ. അപ്പോ സാറിന്റെ ജീവിതം സക്സസ് ആക്കി തന്ന EFTക്ക്, അതിലെ ഷാഫി സാറിന്, മറ്റു മെന്റേഴ്സിന് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. ഞങ്ങളും ഇതുപോലെ ഒരു റിയൽമി സെക്ഷനിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു രതി മാം. പുതിയ ബാച്ചിലത്തെ, കഴിഞ്ഞ ബാച്ചിലത്തെ ആളാണ് രതി മാം. മാമും സാറിനെ പോലെ തന്നെ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ചേഞ്ചസ് ഒക്കെ കാണുന്നുണ്ട്. സോ മാമിനും ഈ ഒരു സെഷനിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? താങ്ക് യു. സോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് താങ്ക് യു സോ മച്ച് ഷിഹാബ് സർ വൺസ് അഗൈൻ. താങ്ക് യു. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ.